Very good morning to all. When I came here, I was told to make a speech in English. While talking to your principal, I understand that only 15 students are here from other states, and they also may understand Malayalam. That is what is comment. Anyway, this entire speech is getting recorded in the camera, so content is available. With the AI support, the subtitles will be there. But I don't want to make the speech in English. Because ഇന്നത്തെ ദിവസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, പേരൻസിനും, ഒപ്പം ടീച്ചേഴ്സിനും മാനേജ്മെൻറ്റിനും. കാരണം ഇനി ഉള്ള ഒരു മണിക്കൂർ ഞാനിവിടെ സംസാരിക്കുന്നത് ഒരു പ്രസംഗമായിരിക്കില്ല. ഇവിടെയുള്ള ഈ 4 സമൂഹത്തിൻ്റെയും ജാതകം മാറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി മാറ്റുന്ന ഒരവസരത്തിനുള്ള മാർഗനിർദ്ദേശം മാത്രമാണ്. ഈ പറയുന്നതൊന്നും ഒരു പുസ്തകത്തിൽ നിന്നും വായിച്ച് പറയുന്നതല്ല. ജീവിതത്തിൽ അനുഭവിച്ച, പ്രവർത്തിച്ച പരിചയത്തിൻ്റെ പുറത്ത് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നടക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യവും ഞാനിവിടെ പറയുന്നില്ല. ഈ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും, അത് വിദ്യാർത്ഥി ആയിക്കോട്ടെ, മാതാപിതാക്കളായിക്കോട്ടെ, ഇവിടുത്തെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഓർ മാനേജ്മെൻറ്റിൻ്റെ ആരും ആയിക്കോട്ടെ, ഇതിലൊരാളെങ്കിലും ആ മാറ്റത്തിന് ശ്രമിക്കുകയാണെങ്കിൽ ഇന്ന് എൻ്റെ ഈ വരവിന് എന്തെങ്കിലും അർത്ഥമുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഈ ക്യാമ്പസ് എൻ്റെ ജീവിതത്തിൻ്റെ വളരെ നിർണായകമായിട്ടുള്ള ചില വഴിത്തിരിവുകൾക്ക് കാരണമായൊരു ക്യാമ്പസാണ്. 8 വർഷത്തിന് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിലൊരു മെയിൻ കാരണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, എൻ്റെ ക്ലാസ്മേറ്റായ ഡോക്ടർ സുനിൽകുമാർ, ഇവിടെ നിങ്ങളുടെ നേവൽ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റാണ്. 41 വർഷത്തിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ഇതുപോലെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നേവൽ ആർക്കിടെക്ചർ പഠിക്കുവാനായിട്ട് ഒരുമിച്ച് ഇതുപോലെ ഒരു ദിവസം കാലുവെച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് കിടക്കുകയാണ്. അന്നത്തെ ഈ എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള എൻട്രൻസ് അല്ല, നാഷണൽ എൻട്രൻസ് ആണ്. ആകെ ഇന്ത്യയിൽ 40 കുട്ടികളെയാണ് ഒരു വർഷം നേവൽ ആർക്കിടെക്ചറിൽ എടുക്കുന്നത്. അതിൽ 20 IIT വഴിയും 20 കൊച്ചിൻ യൂണിവേഴ്സിറ്റി വഴിയും. ഇവരെല്ലാം പഠിപ്പിക്കുന്നത് ജർമ്മൻസ് ആണ്, ജർമ്മനിയിൽ നിന്ന് വന്നിട്ടാണ്. കാര്യം ഇന്ത്യയിൽ ഈ ടെക്നോളജി പഠിപ്പിക്കാൻ ആളില്ല. ഇന്ന് ജർമ്മൻസിൻ്റെ കയ്യിൽ നിന്ന് അത് ഇന്ത്യയിലേക്ക് എത്തി. ഇന്ന് ഡോക്ടർ സുനിൽകുമാർ പോലുള്ളവരിലൂടെ അത് ഇന്ത്യൻസിലേക്ക് എത്തുന്നു. ഇന്ന് ഈ ക്യാമ്പസിൽ 120 കുട്ടികളെ നേവൽ ആർക്കിടെക്ചറിൽ നിങ്ങൾ ഓരോ വർഷവും ഇനി പ്രൊഡ്യൂസ് ചെയ്യുന്നു അറിയുന്നതിലാണ് ഏറ്റവും സന്തോഷം. കാര്യം ഒരു കാലത്ത് ഇന്ത്യ മുഴുവൻ 40 പേരുണ്ടായിരുന്നു. 41 വർഷത്തിന് മുമ്പ് 40 പേരിൽ നിന്നും ഇന്ന് ഒരു ക്യാമ്പസിൽ 120 പേരെ നിങ്ങൾക്ക് വാർത്തെടുക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വേറൊരു ക്യാമ്പസിനും ആക്ച്വലി ഇന്ത്യയിൽ ഇത്രയും നേവൽ ആർക്കിടെക്ചറിനെ വാർത്തെടുക്കാൻ പറ്റുന്നില്ല. അതിൽ തന്നെ ഈ വർഷം തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഏതാണ്ട് 7 പേരാണ് ഈ ക്യാമ്പസിൽ നിന്ന് വരുന്നത്. പക്ഷേ ഇത് പറയുന്നതിന് മുമ്പ് എനിക്കൊരു കഥ കൂടി പറയാനുണ്ട്. സുനിലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങാം. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്ന, എനിക്ക് തോന്നുന്നത് 2-3 കുട്ടികളുണ്ട്. വളരെ സിസ്റ്റമാറ്റിക്, എന്നും ക്ലാസ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിക്കും. ആൻഡ് ദേ ആർ ബ്രില്യൻ്റ് ഓൾസോ. ആ ബ്രില്യൻ്റ് ആവാതെ അത് എക്സാം പാസ്സാവില്ലല്ലോ. അന്നെന്ന് വെച്ചാൽ നേവൽ ആർക്കിടെക്ചറിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ സാധാരണ എൻട്രൻസ് കഴിഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ട്. ഈ നേവൽ ആർക്കിടെക്ചർ ആവാനുള്ള ആപ്റ്റിറ്റ്യൂഡിൻ്റെ ടെസ്റ്റും കൂടെ കഴിഞ്ഞാൽ ലൈക്ക് ആർക്കിടെക്ട്സ് ഇത് ആവത്തുള്ളൂ. അന്ന് ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളിൽ പഠിക്കുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ സെമസ്റ്റേഴ്സിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ വ്യക്തിയാണ് ഈ എൻ്റെ ബാക്കിലിരിക്കുന്ന ഡോക്ടർ സുനിൽകുമാർ. ആ സുനിൽകുമാറിനെയാണ് നിങ്ങൾക്ക് നേവൽ ആർക്കിടെക്ചറിൻ്റെ ഹെഡായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ കുട്ടികളുടെയും ജീവിതം മാറേണ്ടതാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും കുട്ടികളെ പോലെ, അധ്യാപകരെ പോലെ ജീവിതത്തിൽ റോങ് കരിയർ ഡിസൈൻ്റെ ഒരു വ്യക്തിമായിരുന്നു ഞാൻ. ഒരു കാരണവശാലും നേവൽ ആർക്കിടെക്ട് ആവേണ്ട വ്യക്തിയല്ല ഞാൻ. ഇന്ന് ലോകത്തിലെ നമ്പർ 1 നേവൽ ആർക്കിടെക്ചർ ഫേം ആക്കി മാറ്റാൻ ഞങ്ങളുടെ സ്ഥാപനത്തിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ നേവൽ ആർക്കിടെക്ചറിൽ നല്ല എനിക്ക് സന്തോഷം കിട്ടുന്നത്. എൻ്റെ പാഷനും ടാലൻറ്റും ഒക്കെ വേറെ സ്ഥലത്തായിരുന്നു. എൻ്റെ ബ്രദർ ഒരു നേവൽ ആർക്കിടെക്ട് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോയി. എനിക്ക് മെൻറ്റേഴ്സ് വേറെ ആരുമില്ല. ഞാൻ അന്ന് മെൻറ്ററായിട്ട് കാണുന്ന എൻ്റെ ബ്രദറിനെയാണ്. ബ്രദർ പറഞ്ഞു നേവൽ ആർക്കിടെക്ചറിന് പോകാൻ, മാത്സിന് നന്നായതുകൊണ്ട് ഞാൻ പോയി. ഞാൻ ആയി നേവൽ ആർക്കിടെക്ട് ആയി.
ഇതുപോലെയാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർ. നമ്മൾക്കാർക്കും ഒരു കരിയർ ഡിസൈൻ ഇല്ല. ഈ റോങ് കരിയർ ഡിസൈൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ. ഞാൻ പറയുന്നില്ല ഇവിടെ ഇരിക്കുന്ന അധ്യാപകർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, ഇതിൽ പലർക്കും അധ്യാപകരാവാനുള്ള യോഗ്യത പോലും ഇല്ല, കാര്യം കഴിവില്ല. ആക്ച്വലി എല്ലാ ഫീൽഡിലും ഇതുപോലെയാണ്. 2% ആൾക്കാർ മാത്രമേ റിയൽ ടാലൻറ്റ് ആൻഡ് പാഷനോടുകൂടി ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്തിയിട്ടുള്ളൂ. വിദ്യാഭ്യാസം ഒരു ഇന്ന് ഇൻഡസ്ട്രിയാണ്. അടിസ്ഥാനപരമായിട്ട് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പരാജയമാണ് നമ്മളുടെ റോങ് കരിയർ ഡിസൈൻ. ഞാനൊരു അധ്യാപക കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ പേരൻസ്, അച്ഛനും അമ്മയും ബ്രദർ സിസ്റ്റർ എല്ലാവരും ടീച്ചേഴ്സായിരുന്നു. എൻ്റെ ഉള്ളിലും ആ ടീച്ചിങ് ടാലൻ്റ് ഉണ്ട്, പാഷൻ ഉണ്ട്. പക്ഷേ ഞാൻ ഒരു ഇൻഡസ്ട്രിയുടെ വേറൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. ഞാനിത് പറഞ്ഞു വരാൻ കാര്യം, ഞങ്ങളുടെ സ്ഥാപനത്തിലെ കുട്ടികളുടെ എല്ലാം കരിയർ ഡിസൈൻ ഇന്ന് ചെയ്യുന്നത് ഞാനാണ്. ഞാൻ നേരിട്ട് ഐ ആം ദ മെൻറ്റർ. അതിലേക്ക് തുടക്കം കുറിച്ചതിൻ്റെ ഒരു കാരണം ഈ ക്യാമ്പസാണ്. അവിടെ നിന്നാണ് ഞാൻ ഈ കഥ പറഞ്ഞു തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നത് 8 വർഷത്തിന് മുമ്പാണ്. ഞാൻ സാധാരണ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിനുള്ള എല്ലാ സിസ്റ്റവും കമ്പനിയിൽ ചെയ്യുമ്പോഴും ഞാൻ ഈ കുട്ടികളുടെ, ഈ സ്റ്റാഫിൻ്റെ കുട്ടികളുടെ അവരെവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് ചെക്ക് ചെയ്തപ്പോഴാണ് നല്ല മാർക്ക് വാങ്ങിയ ഒരു കുട്ടി ഒരു എൻട്രൻസിന് പോലും പോയിട്ടില്ല. കാര്യം എഞ്ചിനീയറിംഗും എഴുതിയിട്ടില്ല, മെഡിസിനും എഴുതിയിട്ടില്ല. ഐ വാസ് വണ്ടറിങ്. കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു പേരൻസിന് ഐഡിയ ഇല്ല, ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല, അതുകൊണ്ട് എൻട്രൻസ് പോലും എഴുതിയിട്ടില്ല. ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ എൻട്രൻസിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റും എല്ലാം കഴിഞ്ഞു, എൻട്രൻസും കഴിഞ്ഞു, പിന്നെ ഒരു മാർഗ്ഗമില്ല. ഈ കുട്ടി നന്നായിട്ട് മാർക്കുള്ള കുട്ടിയാണ്. ഞാൻ ഉടനെയാണ് ഡോക്ടർ സുനിലിനെ കോൺടാക്ട് ചെയ്തിട്ടാണ് എങ്ങനെയെങ്കിലും, ഒരിക്കലും ആ കുട്ടിയെ അങ്ങനെ പോകേണ്ട ഒരു കുട്ടിയല്ല, അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഞാൻ അങ്ങനെയാണ് ഈ ക്യാമ്പസിൽ നിന്ന് നേവൽ ആർക്കിടെക്ചറിനൊരു അഡ്മിഷൻ സംഘടിപ്പിക്കുന്നു. ഞാൻ അന്നാണ് ആദ്യമായിട്ട് ഒരു കുട്ടിയുടെ, എൻ്റെ മക്കളുടെ പോലും ഞാൻ മെൻറ്ററായിട്ടില്ല, ഞാൻ ആദ്യമായിട്ടൊരു കുട്ടിയുടെ മെൻറ്ററായി തുടക്കം കുറിക്കുന്നത്, പേഴ്സണലായിട്ട് തുടക്കം കുറിക്കുന്നത് അവിടെ നിന്നാണ്. ഞാൻ വ്യക്തമായിട്ട് ആ കുട്ടിക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. യു വോണ്ട് ബിലീവ്, അതിൻ്റെ ലൈഫ് അവിടെ തൊട്ട് മാറുകയാണ്. പിന്നീട് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് മാരിടൈം സ്റ്റുഡൻറ്റിനുള്ള അവാർഡോട് കൂടിയാണ് ആ കുട്ടി ഇവിടുന്ന് പോകുന്നത്. അതിനുശേഷം ഈ ക്യാമ്പസിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഏറ്റവും ഹയസ്റ്റ് ഇനിഷ്യൽ സാലറിയിലുള്ള ജോബിന് കയറിയ കുട്ടിയും ഈ ക്യാമ്പസിൽ നിന്നാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു മെൻറ്ററിങ് സിസ്റ്റത്തിൽ നിന്നാണ് എൻ്റെ ഉള്ളിൽ നല്ലൊരു മെൻറ്റർ ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഇന്ന് എല്ലാ മാസവും 2 ക്യാമ്പസിലെങ്കിലും വെച്ച് ഞാൻ പോകുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള കുട്ടികളെ കാണുന്നുണ്ട്, അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, മണിക്കൂറുകളോളം കണ്ടൻസ് പലയിടത്തും ഈ കരിയർ ഡിസൈനുമായി ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. കാര്യം ഞങ്ങൾ ഇട്ടിരിക്കുന്ന ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അടുത്ത 5 വർഷത്തിൽ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി മാറ്റി ഇൻഡസ്ട്രി. കാര്യം ഫൈനൽ നമ്മൾ ഇത്രയും വർഷം ഏതാണ്ട് 50,000 മണിക്കൂർ അക്കാഡമിക്സിൽ സ്പെൻഡ് ചെയ്തിട്ട് എത്തിപ്പെടേണ്ടത് ഇൻഡസ്ട്രിയിലാണ്. ഞാൻ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. ഞാനടക്കം, ഞങ്ങളുടെ കമ്പനി അടക്കം ഇന്ന് ഇൻഡസ്ട്രി സഫർ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം, ഈ 50,000 മണിക്കൂർ ചിലവഴിച്ചിട്ട് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന ഒരു ഫ്രഷർ ഞങ്ങളുടെ സ്ഥാപനത്തിനുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രി റൺ ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ ഒരു അന്ധനായ വ്യക്തി കടന്നു വരുന്ന പോലെയാണ് ഒരു കുട്ടി കടന്നു വരുന്നത്. അധ്യാപകർക്ക് എന്തെങ്കിലും നീരസം തോന്നുമെങ്കിൽ ക്ഷമിക്കണം, ഇത് യാഥാർത്ഥ്യമാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ മിസ്റ്റേക്സ് വരുത്തുന്ന കാര്യം, ഒരു സ്ഥാപനത്തിന് ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നതും അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ലോസ് ഉണ്ടാകുന്നതും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന പ്രോജക്ട്സിൽ മിസ്റ്റേക്സ് ഉണ്ടാവുകയോ ഡിലേ ഉണ്ടാകുമ്പോഴാണ്. ഇത്തരം കാര്യങ്ങളിൽ ഐ ക്യാൻ സ്ട്രേറ്റ് അവേ സേ ദാറ്റ് ഒരു 80% എങ്കിലും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഈ യങ്സ്റ്റേഴ്സാണ്. കാര്യം അവരെ പറയേണ്ട കാര്യമില്ല. ഇഗ്നറൻസും നെഗ്ലിജൻസിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് അതിനുള്ള ബേസിക് ഒരു ട്രെയിനിങ് ഇല്ലാതെ കടന്നു വരുന്നതുകൊണ്ട് മാത്രമാണ്. അവർക്കറിയില്ല ഇൻഡസ്ട്രി എന്താണെന്നോ എങ്ങനെ പെരുമാറണം എന്നറിയില്ല. എല്ലാവരുടെയും വിചാരം ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് ഡേ ആരോ എനിക്ക് ശമ്പളം തന്നിരിക്കണം. ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾ ഫ്രീ ആയിട്ടല്ല പഠിക്കുന്നത്, നിങ്ങൾ പണം കൊടുത്ത് 4 വർഷം പഠിച്ചിട്ടാണ് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്.
നിങ്ങളുടെ ശരിയായ പഠനം തുടങ്ങുന്നത് ആ ഇൻഡസ്ട്രിയിൽ ചെന്ന് തുടങ്ങുന്ന ആദ്യത്തെ ദിവസം തൊട്ട് അതൊരു മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ്. ദ റിയൽ ട്രെയിനിങ്. കാര്യം ഈ ക്യാമ്പസിൽ പഠിക്കുന്ന 4 വർഷത്തിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ആവശ്യമുള്ളൂ. A+B² പോലും ഉപയോഗിക്കേണ്ടാത്ത എഞ്ചിനീയേഴ്സ് ഒരുപാട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, തിരിച്ചറിയുക. സൈൻ തീറ്റയും കോസ് തീറ്റയും ജീവിതത്തിൽ പിന്നെ തൊട്ടിട്ടില്ലാത്ത എഞ്ചിനീയേഴ്സ് ഒരുപാടുണ്ട്. ഇൻഡസ്ട്രിക്ക് വേണ്ട ബഹുഭൂരിപക്ഷം കാര്യങ്ങളും ഒന്നും ഇവിടെ പഠിപ്പിക്കുന്നുമില്ല. കാര്യം അത് ഇവിടുത്തെ അധ്യാപകരുടെ കുഴപ്പമല്ല, നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പറയുന്നത് ഈ കാര്യങ്ങളാണ്. ആ സിലബസ് അനുസരിച്ച് മാത്രമേ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇൻഡസ്ട്രിക്ക് വേണ്ട 100 കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമാണ് ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തി സെലക്ഷൻ പ്രോസസ്സിലേക്ക് എടുക്കാൻ നേരം HR ഡിപ്പാർട്ട്മെൻറ്റിന് കാറ്റഗറൈസ് ചെയ്ത് വിളിക്കുവാൻ വേണ്ടിയുള്ള ഒരു ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്. അല്ലാതെ അറിയത്തില്ല, HR ഡിപ്പാർട്ട്മെൻറ്റിന് അറിയില്ല ഈ കുട്ടി എന്ത് പഠിച്ചിട്ടാണ് വന്നേക്കുന്നത്. പക്ഷേ എഞ്ചിനീയറിങ്ങിന് വരുമ്പോഴും നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ഇന്നിവിടെ നിങ്ങൾ ഒരുമിച്ച് വന്നു എല്ലാവരും, നാളെ ഓരോ ക്ലാസ്സിലും 60 കുട്ടികളോ മറ്റോ ആണ് ഇവിടെ ഒരു ക്ലാസ്സിലെന്ന് പറഞ്ഞു. നിങ്ങളൊരു 5 വർഷമോ 10 വർഷമോ കഴിഞ്ഞ് വീണ്ടും മീറ്റ് ചെയ്യുമ്പോൾ ഈ 60 പേര് 60 ഡിഫറെൻ്റ് ഇൻഡസ്ട്രിയിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ഈ 4 വർഷവും പഠിക്കുന്നത് സെയിം കാര്യമാണ്. ഏത് ഇൻഡസ്ട്രിയിലാണ് ഈ 60 പേർക്ക് ഒരേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക? ഓരോ ഇൻഡസ്ട്രിയും ഡിഫറെൻ്റ് ആണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഏതാണ്ട് 90ഓളം കമ്പനികളുണ്ട്. ഈ 90ഓളം കമ്പനികളിൽ 200ലേറെ ഡിവിഷൻസ് ഉണ്ട്. ഓരോ ഡിവിഷനിലും നിരവധി ഡിഫറെൻറ്റ് പ്രോജക്ട്സ്, ടൈപ്സ് ഓഫ് ജോബ്സ് ഉണ്ട്. ഇതിൽ വർക്ക് ചെയ്യുന്ന 2 പേര് 2 രീതിയിലാണ് കാര്യങ്ങൾ പഠിക്കേണ്ടത്. ഓരോ പ്രോജക്റ്റും ഡിഫറെൻ്റ് ആണ്, അവരറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. ഇതൊന്നും അല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. നമുക്ക് ആകെ അറിയാവുന്നത് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ട്, അതുകൊണ്ട് എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണോ ഡിപ്ലോമയാണോ IT ആണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് കാറ്റഗറിയിലേക്ക് ഒരു ഇൻ്റർവ്യൂ നിങ്ങളെ വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻറ്റേൺഷിപ്പ് തരാം. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾ മുകളിലേക്ക് കയറുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടല്ല. തിരിച്ചറിയുക, നിങ്ങൾ ഫസ്റ്റ് റാങ്ക് ആണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇൻഡസ്ട്രിയിൽ വന്ന് ഇൻഡസ്ട്രിയുടെ ആവശ്യത്തിന് നിങ്ങൾ പെർഫോം ചെയ്തില്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് നിങ്ങളെ വേണ്ട. ഒന്നാമത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സർക്കാർ സ്ഥാപനമല്ല, ആദ്യം മനസ്സിലാക്കൂ. ലോകത്തിലുള്ള 95% തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത് പ്രൈവറ്റ് സെക്ടറിലുള്ള ഇൻഡസ്ട്രീസിലാണ്. അവിടെ റിസർവേഷൻ കാറ്റഗറി പോലും ഇല്ല. അവിടെ നിങ്ങളുടെ പെർഫോമൻസ് മാത്രമേ ഉള്ളൂ. പെർഫോം ഓർ പെരിഷ്, ഇതാണ് ഇൻഡസ്ട്രിയുടെ മൂല്യതത്വം. നിങ്ങളെ ഒരു ബാധ്യതയായിട്ട് ഒരു ഇൻഡസ്ട്രിക്കും തോളത്ത് ചുമക്കേണ്ട കാര്യമില്ല. മാതാപിതാക്കൾക്ക് മാത്രമേ ഉള്ളൂ കുട്ടികൾ ബാധ്യതയായാലും കളയാൻ പറ്റാത്തത്. കാര്യം അവരുടെ ബ്ലഡിൻ്റെ ഭാഗമാണ്. ഇൻഡസ്ട്രിക്ക് അങ്ങനെയുള്ള വൈകാരിക ബന്ധങ്ങളൊന്നുമില്ല. നിങ്ങളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്താണ് സ്ഥാപനത്തിൻ്റെ വളർച്ചയും സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റും. പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു കമ്പനിയും ലോകത്തിൽ എക്സിസ്റ്റ് ചെയ്യത്തില്ല. ആ പ്രോഫിറ്റിന് ഓരോ വ്യക്തിയുടെയും കോൺട്രിബ്യൂഷൻ ആവശ്യമാണ്, അല്ലെങ്കിൽ ആ വ്യക്തി ഒരു ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾ കടന്നു വരുന്ന അന്ന് തൊട്ട് ഞങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതും ആവശ്യമുള്ളത് മാത്രമേ ഞങ്ങൾ പഠിപ്പിക്കത്തുള്ളൂ. ആവശ്യമില്ലാത്ത ഒരു കാര്യം നിങ്ങളെ പഠിപ്പിച്ചാൽ ഞങ്ങളുടെ സമയവും എനർജിയും പണവും വേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ശരിയായ എഡ്യൂക്കേഷൻ തുടങ്ങുന്നത് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന ആദ്യ വർഷങ്ങളിലാണ്. അതൊരു മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇൻഡസ്ട്രിയിൽ അങ്ങനെ യൂണിവേഴ്സിറ്റി ഇല്ല. ഇൻഡസ്ട്രി ഇത്രയും കാലം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അക്കാഡമിക്സിനെ മാത്രമായിരുന്നു. പക്ഷേ കാര്യങ്ങൾ മാറുകയാണ്, ലോകം തന്നെ മാറുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോടുകൂടി ഇന്ന് വരെ നമ്മൾ പഠിച്ചതും പ്രവർത്തിച്ചതും എല്ലാം മാറി മറിഞ്ഞു. നിങ്ങളുടെ 20 വർഷമോ 30 വർഷമോ എക്സ്പീരിയൻസിൻ്റെ ഇൻഡസ്ട്രിക്ക് പോലും അതിൻ്റെ ആധികാരികതയോ അതിൻ്റെ ഗുണമോ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടെത്തിക്കുന്നത്. നിങ്ങളുടെ ഇത്രയും വർഷത്തെ ദശാബ്ദങ്ങളിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ എയും കൂടി ചേർത്ത് റീഡിഫൈൻ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്തില്ലെങ്കിൽ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇൻഡസ്ട്രിക്ക് ആവശ്യമില്ലാത്തൊരു രീതിയിലേക്കാണ് മാറുന്നത്. ആ ഒരു യുഗത്തിലേക്ക്, ആ ഒരു സമയത്താണ് നിങ്ങൾ ഇത് പഠിച്ചു തുടങ്ങുന്നത്. അടുത്ത 4 വർഷം നിങ്ങൾ അതിനു വേണ്ടി നിങ്ങളുടെ കരിയറിനെ റീഡിസൈൻ ചെയ്തില്ലെങ്കിൽ
നിങ്ങൾ 4 വർഷം കഴിഞ്ഞ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഒരു ഇൻഡസ്ട്രിയും നിങ്ങളെ എടുക്കില്ല. തിരിച്ചറിയുക, 4 വർഷത്തിന് ശേഷമുള്ള നിങ്ങളുടെ CV ഒരു ഇൻഡസ്ട്രിക്കും വേണ്ട. ആദ്യം തിരിച്ചറിയുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിയുടെയും നിങ്ങൾ ഇങ്ങോട്ട് അയക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളെ ട്രാക്ക് ചെയ്ത് നിങ്ങളുടെ ക്യാരക്ടർ എന്താണ്, നിങ്ങളുടെ എഫിഷ്യൻസി എന്താണെന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിന്ന് എനിക്ക് കിട്ടും. ഇന്ന് പോലും ഞങ്ങളുടെ കമ്പനിയിലേക്ക് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങൾ അവരുടെ മാർക്ക് ഷീറ്റ് നോക്കാറില്ല. അതേസമയം 25 ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്, ഈവൻ എയുടെ സപ്പോർട്ടും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരും എടുക്കുന്നത്. അതിനകത്ത് ഹാൻഡ് റൈറ്റിംഗ് വെരിഫിക്കേഷൻ ഉണ്ട്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ അനാലിസിസ് കംപ്ലീറ്റ്ലി ഉണ്ട്, പോലീസ് വെരിഫിക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്ന 24 മണിക്കൂറിലാണ്. ദാറ്റ്സ് ദ വേ ഇൻഡസ്ട്രി വർക്കിംഗ്. സാധാരണ ഇതൊക്കെ ഇവിടുത്തെ ഒരു ഗവൺമെൻറ് സെറ്റപ്പിൽ ചെയ്യാൻ ശ്രമിച്ചാൽ വർഷങ്ങളെടുക്കും. അവിടെയാണ് ഇൻഡസ്ട്രിക്ക് ഞങ്ങൾക്ക് സമയമില്ല കളയാൻ. ഞങ്ങൾ അതിനൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. 24 മണിക്കൂറിൽ 25 വെരിഫിക്കേഷൻസ് കഴിയും. അതിനും എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഈ ഒരു സ്ഥാപനത്തിലെ ഒരു സ്റ്റുഡൻറ്റ്, എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഈ കോളേജിലെ ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കിയ ഒരു കുട്ടിയാണ്. ഇന്ന് എൻ്റെ കൂടെ വന്നപ്പോൾ എൻ്റെ പേഴ്സണൽ മാനേജർ ഇവിടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. പുള്ളിയെ കണ്ട ബ്ലാക്ക് ക്യാറ്റ് പോലെ തോന്നും, കറുപ്പൊക്കെ ഇട്ടിരിക്കുന്ന. ബ്ലാക്ക് ക്യാറ്റ് അല്ല, പേഴ്സണൽ മാനേജർ. അപ്പോൾ പുള്ളിയുടെ ഒരു ബന്ധുവാണ്. പുള്ളി എന്നോട് വരുന്ന വഴിക്കും പറഞ്ഞ് ഈ വ്യക്തിയുടെ കാര്യം പറയരുത്. കാര്യം പഴയ കണക്കുകൾ തീർക്കുവാനായിട്ടുള്ള കാര്യം, പുള്ളിയുടെ റാഗിങ് ഒക്കെ കിട്ടിയ ആൾക്കാർ ചിലപ്പം കൈവച്ചിട്ടേ വിടത്തുള്ളൂ. അത്രയും ബാഡ് റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി. പക്ഷേ ഇത് ഞങ്ങളുടെ ഒരു സീനിയർ സ്റ്റാഫിൻ്റെ റിലേറ്റീവ് ഇവിടെ ആയതുകൊണ്ട് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് വന്നു. കാര്യം കോളേജിലെ ക്യാമ്പസ് ഇൻ്റർവ്യൂവിന് പോലും ഈ കുട്ടിയെ കയറ്റത്തില്ല. കാര്യം കോഴ്സ് ഔട്ടാണ്, കോഴ്സ് പാസ്സായിട്ടില്ല. എന്തൊക്കെ ബ്ലാക്ക് മാർക്കുണ്ടോ അതെല്ലാം ഉണ്ട്. പക്ഷേ ഈ റെക്കമെൻഡേഷൻ വന്നു, ഈ വ്യക്തിക്ക് ഒരു ഇൻറ്റേൺഷിപ്പിനൊരു അവസരം കൊടുക്കണം. അപ്പം നമ്മളുടെ പോളിസി അനുസരിച്ചിട്ട് നമുക്ക് മാർക്കൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷെ ഇത് ചോദിച്ചപ്പോഴേ എനിക്ക് ഇവിടെ ക്യാമ്പസിൽ നിന്ന് അധ്യാപക തലത്തിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി, ഇത് നിങ്ങൾക്ക് കാണിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കാര്യം ഞങ്ങൾക്ക് പോലും മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമ്മുടെ സിസ്റ്റത്തിനകത്ത് നിങ്ങൾ പറയുന്നതൊന്നുമല്ല നമുക്ക് വേണ്ടത്. ബെസ്റ്റ് എക്സാമ്പിൾ തന്നെ, ഞങ്ങളുടെ നാട്ടിലെ കുറേ പ്രശ്നക്കാരുണ്ടായിരുന്നു. ഇവരെയൊക്കെ ഞാൻ ഗൾഫിൽ കൊണ്ടുപോയി. പക്ഷേ പിന്നീട് കാലം തെളിയിച്ചു, ഈ പ്രശ്നക്കാരായിരുന്നു, അവരുടെ ഉള്ളിലായിരുന്നു ആ ജ്വാലയുണ്ടായിരുന്നത്. അവരെ ഒന്ന് കറക്റ്റ് ഫോക്കസ് ചെയ്ത് വിട്ടപ്പോൾ they became best performers. ഇതുപോലെയാണ് ഈ വ്യക്തിയും ഞങ്ങളോടൊപ്പം ചേർന്ന്. ഇവിടെ ക്ലാസ്സിൽ കയറാത്ത വ്യക്തി പങ്ക്ച്വലായി, കൃത്യമാണ്, അറ്റൻഡൻസ് കൃത്യമാണ്, വർക്കിംഗ് അവേഴ്സ് മോർ ദാൻ എനഫ് ആണ്. എവ്രി വൺ ഈസ് ഹാപ്പി വിത്ത് ദ പേഴ്സൺ. ഇന്നും പേപ്പർ ക്ലിയർ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, പേപ്പർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. പക്ഷെ ഞങ്ങൾക്ക് വേണ്ട ക്വാളിറ്റീസ് മറ്റതാണ്. അതിനേക്കാളേറെ ആ വ്യക്തിയിൽ ഉണ്ടായിരുന്നത് ഹി ഗോട്ട് ടാലൻറ്റ്. ഒരു നേവൽ ആർക്കിടെക്ട് ആവാനുള്ള ടാലൻ്റ് ഉള്ളിലുണ്ടായിരുന്നു. ആദ്യം തിരിച്ചറിയുക. കരിയർ ഡിസൈന് വേണ്ട 4 കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ടാലൻറ്റ്, പാഷൻ. നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്. ഇത് കഴിഞ്ഞ് നിങ്ങൾ എത്തിപ്പെടുന്ന പ്രൊഫഷൻ, ഇത് 4ഉം ഒരു ലൈനിലാകുമ്പോഴാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഹാപ്പിനെസ് കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ ഇന്ന് തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരൻസും ടീച്ചേഴ്സും എല്ലാവരും ഉണ്ട്. ഇതിൽ എത്ര പേര് ഹാപ്പിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയും എത്രയും പെട്ടെന്ന് റിട്ടയർ ചെയ്ത് അവസാനിപ്പിക്കണം. കാര്യം ഉപജീവനത്തിന് വേണ്ടി ജോലി ചെയ്യണം. ആ ജോബിൽ നിന്ന് ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് ഈ കരിയർ ഡിസൈൻ റോങ് ആയതിൻ്റെ പേരിൽ ടാലൻ്റ് എവിടെയോ കിടക്കുന്നു, പാഷൻ എവിടെയോ കിടക്കുന്നു, സ്കിൽ സർട്ടിഫിക്കേഷൻ എടുത്തേക്കുന്ന ഒരിടത്താണ്, വർക്ക് ചെയ്യുന്നത് വേറിടത്താണ്. ഇങ്ങനെ ഒരു സിക്സാഗിൽ കിടക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട കാര്യം. ടാലൻറ്റ് കനോട്ട് ബി ഇൻജക്റ്റഡ്. ദൈവം ഇങ്ങോട്ട് നമ്മളെ വിടുമ്പോൾ ഓരോരുത്തരുടെ ഉള്ളിലൊരു ടാലൻ്റ് ഉണ്ട്. അത് എനിക്കോ അധ്യാപകർക്കോ ആ ടാലൻ്റ് ഇൻജക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആ ടാലൻ്റ് കണ്ടെത്തണം. ആ കണ്ടെത്തതിൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്വം സ്വയം നമ്മൾ തിരിച്ചറിയണം, എൻ്റെ ടാലൻ്റ് എവിടെയാണെന്ന്. പാഷൻ നമുക്ക് കുറേയൊക്കെ മാറ്റിയെടുക്കാം. നമുക്ക് നിരന്തര പരിശീലനത്തോടെ ഒന്നിലേക്ക് ഡീപ്പായിട്ട് പഠിച്ചു പോകുമ്പോൾ നോളജ് വരുന്ന അനുസരിച്ചിട്ട് പാഷനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. സ്കിൽ ഡെവലപ്മെൻറ്റും നമ്മുടെ കയ്യിലാണ്. ഇതനുസരിച്ചിട്ടുള്ള ഇൻഡസ്ട്രിയെ തിരഞ്ഞെടുക്കേണ്ടുന്ന ആ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ദ ജേർണി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ടാലൻറ്റിൽ നിന്നാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇത്രയും രാജ്യങ്ങളിൽ ഓപ്പറേഷൻസ് ഉണ്ട്, ഇത്രയും കമ്പനികളുണ്ട്, 4000-ലേറെ എംപ്ലോയീസ് ഉണ്ട്. ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ഈ ക്യാമ്പസുകളിലെല്ലാം പോയി ടോക്ക് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ റെവല്യൂഷന് വേണ്ടിയുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഇത്രയും സമയക്കുറവുള്ള ഞാനും കഴിഞ്ഞ 8.5 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടക്കം കൂടാതെ, പലരും നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടാവും എൻ്റെ കവിതകൾ വരുന്നത് ഒരു മ്യൂസിക് ഇട്ട് വരാനുള്ളത്. എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് എന്താണ് എന്നെ ഇന്നലെ സ്വാധീനം ചെയ്തത്, അതാണ് ഇന്നത്തെ കവിത. ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ കവിത എഴുതുമായിരുന്നു. ഇത് ഞാൻ കുറേ കാലം ഒരു 100ഓളം ഗാനങ്ങൾ സിനിമകൾക്കും ആൽബംസിനും വേണ്ടി പോലും ചെയ്തിട്ടുണ്ട്. ഗാനങ്ങൾ ഓസ്കാറിൽ വരെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിത് ഡെവലപ്പ് ചെയ്യാതിരുന്ന കാലത്താണ് ഞങ്ങൾ എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ് സിസ്റ്റം മാനേജ്മെന്റ് എന്ന് പറഞ്ഞ എഫിസം, ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ ഡോക്ടറേറ്റ് സബ്ജക്റ്റാണ്. ഡോക്ടർ സുനിലാണ് എൻ്റെ ഗൈഡ്. ഇതിനകത്ത് എനിക്ക് 6 ഇന്റർനാഷണൽ പേപ്പർ വരെ ഡോക്ടർ സുനിലിൻ്റെ കീഴിൽ ചെയ്യാൻ സാധിച്ചു. ഇതിനകത്ത് ഓരോ വ്യക്തിയുടെയും എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ്. നമ്മൾ എഫിഷ്യൻസിയെ കുറിച്ച് പറയും, പക്ഷേ എഫിഷ്യൻസി എന്താണ്? എഫിഷ്യൻസി മെഷർ നിങ്ങളുടെ സ്കെയിലുണ്ടോ? ഇതാണ് ആദ്യം ഡെവലപ്പ് ചെയ്തത്. ഒരു 200ഓളം പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു എഫിഷ്യൻസിയുടെ സ്കെയിൽ ഡെവലപ്പ് ചെയ്യുകയായിരുന്നു ഞങ്ങൾ. 14 വർഷമായിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇത് ഫോളോ ചെയ്യുകയാണ്. ഇന്ന് ലോകത്തിലെ 6 മേഖലകളിൽ 1-ാം സ്ഥാനത്തേക്ക് ഞങ്ങൾ എത്തിയത്. അതും മലയാളികളാണ് പകുതിയിലേറെ പേരെന്ന് മനസ്സിലാക്കണം. ഇവരാരും IIT-യിലും IIM-ലും പഠിച്ചവരെല്ലാം മിക്കവരും ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മളുടെ എഫിഷ്യൻസി കൂട്ടുന്നതിന് പ്രോസസ്സാണ്. അതാണ് എഫിസം, എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ് സിസ്റ്റം മാനേജ്മെന്റ്. ഇതിനകത്ത് 100 മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. ഓരോ മാനേജ്മെന്റ് സിസ്റ്റവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ലാഭവും മറ്റും കൂടും. ഇന്ന് ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ന് ലോകത്തിലെ HR സിസ്റ്റത്തിൽ, ഇന്ന് നിങ്ങൾ കണ്ട വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലോകത്തിൽ ഞങ്ങളുടെ സ്ഥാപനത്തിനോട് കിടപിടിക്കാനായിട്ട് HR സിസ്റ്റത്തിൽ ഒരു കമ്പനിക്കും പറ്റില്ല. അത് ഞങ്ങൾ ഈ എഫിഷ്യൻസി കൂട്ടി കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണ് പേരൻസിന്, അച്ഛനും അമ്മയ്ക്കും പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നത്, സ്പൗസസിന് സാലറി കൊടുക്കാൻ പറ്റുന്നത്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ കരിയർ ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നത്, ഒരു എംപ്ലോയി മരിച്ചാൽ ലൈഫ് ലോങ് അവരുടെ ഫാമിലിയെ നോക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു 25ഓളം മറ്റ് കമ്പനികൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ് സിസ്റ്റം മാനേജ്മെന്റിലേക്ക് പോയതുകൊണ്ടാണ്. ഇതിൽ റോക്കറ്റ് ടെക്നോളജി ഒന്നുമില്ല. ഞങ്ങൾ ഗവേഷണം നടത്തുന്നത് വർക്കിംഗ് അവേഴ്സ് എങ്ങനെ കുറയ്ക്കാം, വർക്കിംഗ് അവേഴ്സ് കുറച്ചുകൊണ്ട് എങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം, എങ്ങനെ ഇഗ്നറൻസ് അവോയ്ഡ് ചെയ്യാം. ഞങ്ങൾ ഇന്ന് സ്കൂൾ ലെവൽ തൊട്ട് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് അടുത്ത ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നവർ അത്ര എഫിഷ്യൻ്റ് ആയാൽ മാത്രമേ ഇൻഡസ്ട്രി ഗ്രോ ചെയ്തുള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഇതിനു വേണ്ടി ഒരു അക്കാഡമി തുടങ്ങി. അവിടെ 3 വയസ്സ് തൊട്ടുള്ള കുട്ടികളെ നമുക്ക് ഇതിനകത്തേക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അത് കരിയർ ഡിസൈൻ്റെ ഭാഗമാണ്. പക്ഷേ നിങ്ങൾ ആ ഏജൊക്കെ കഴിഞ്ഞു. നിങ്ങളുടെ അവസാനത്തെ, അതായത് ഇനിയുള്ള 4 വർഷം ക്രിട്ടിക്കലാണ്. അവിടെ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു? അവിടെ നിങ്ങൾ പരാജയപ്പെട്ടാൽ, ഞങ്ങൾ പരാജയപ്പെട്ടതല്ല. ഞങ്ങളെയൊക്കെ പഠിക്കുന്ന കാലത്ത് ഇപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അസൈൻമെൻറ്റ്സ് മിക്കതും സുനിലാണ് ചെയ്തു തന്നിരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് എന്നെ പിന്നീട് ഇന്ന് ഞാൻ ഓൺട്രപ്രണർ ആയിട്ടുണ്ടെങ്കിൽ അതെന്നെ സഹായിച്ചത് ക്യാമ്പസിൽ വെച്ച് എടുത്ത ഒരു തീരുമാനം, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു അവസ്ഥയായിരുന്നു. കാര്യം എൻ്റെ പേരൻസൊക്കെ റിട്ടയറായി. അവർക്ക് എൻ്റെ ഒരു എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റേതായ പഠനത്തിനുള്ള പണം കണ്ടെത്തേണ്ടിയിരുന്നു. ഞാൻ ബാങ്ക് ലോൺ എടുത്തു. യൂണിവേഴ്സിറ്റിക്കകത്ത് തന്നെ ഒരു ചെറിയ ഷോപ്പ് ഇട്ട്, ഒരു ഡ്രൈ ക്ലീനിങ് ഷോപ്പ് ആൻഡ് ഒരു ടൈപ്പിംഗ് സെൻറ്റർ വെച്ച് അവിടെ എനിക്ക് എല്ലാ ദിവസവും മിനിമം 2 മണിക്കൂർ വർക്ക് ചെയ്യണം. ഡോക്ടർ സുനിലിനോട് ചോദിച്ചറിയാം, എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളെടുത്ത് ഇല്ലാത്ത കാര്യം പറയാൻ പറ്റില്ല. എൻ്റെ സുഹൃത്തുക്കൾ വൈകിട്ട് കളിക്കാൻ പോകുമ്പോൾ എനിക്ക് ഷോപ്പിൽ പോകണം, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം. അവിടെ കടയിൽ ആളിനെ വെച്ചിട്ടുണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം നോക്കണം. എൻ്റെ സിസ്റ്റർ അവിടുന്ന് കുറച്ച് അകലെയായിട്ടൊരു ഹോസ്പിറ്റൽ നടന്നുണ്ട്. എല്ലാ വീക്കെൻഡ്സും ഞാൻ അവിടെ പോയി വർക്ക് ചെയ്യും. എനിക്ക് അവിടുന്ന് റവന്യൂ ഉണ്ട്. ഈ വർക്കിംഗ് അവേഴ്സിന് ചേച്ചി എനിക്ക് പണം തരും. അതുകൊണ്ട് 1 മിനിറ്റ് പോലും ഞാൻ കളഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഡോക്ടർ സുനിലിന് എൻ്റെ അസൈൻമെൻറ്റ്സ് ചെയ്യേണ്ടി വന്നത്. കാര്യം ഒന്നാമത് എനിക്ക് നേവൽ ആർട്ടിച്ചറിൽ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. കാര്യം എനിക്ക് സമയം കളയുന്നത്. എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് ആർട്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് കലാപ്രവർത്തനങ്ങളിൽ ഇടപെടണം. അതാണ് എനിക്ക് ഹാപ്പിനെസ് തന്നുകൊണ്ടിരുന്നത്. ഇന്നും ഞാനത് തുടർന്ന് പോകുന്നത്. സിനിമയിലേക്ക് പോയതും എല്ലാം അങ്ങനെയാണ്. പക്ഷേ എനിക്ക് പാസ്സാവണമായിരുന്നു, എക്സാം പാസ്സാവണമായിരുന്നു. അതുകൊണ്ട് അത് ഞാൻ പാസ്സായി. ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒരു തൊഴിൽ നേടി. ആ തൊഴിൽ മേഖലയിൽ പിന്നീട് ഞാൻ ഓൺട്രപ്രണർ ആയപ്പോൾ അതിനോട് നീതി കാണിച്ചു. അത് ഇന്ന് ആ ലെവലിലായിട്ടുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളിൽ എത്ര പേർ അങ്ങനെ ഒന്ന് തിങ്ക് ചെയ്തിട്ടുണ്ട്? കാര്യം നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ വരുന്നില്ല. കാര്യം നിങ്ങളുടെ അച്ഛനും അമ്മയും ഇന്ന് നിങ്ങളോടൊപ്പം ഇവിടെ വന്നിരിക്കുന്നവർ, അവർ വിയർപ്പൊഴുക്കി നിങ്ങളുടെ പഠനം നോക്കുന്നുണ്ട്.
ഇവിടെയാണ് എനിക്ക് മാതാപിതാക്കളോട് പറയുന്നുള്ളത്, ദയവ് ചെയ്ത് ഇവരെ എല്ലാം കൊടുത്ത് സ്പൂൺ ഫീഡ് ചെയ്ത് ഇനി വഷളാക്കരുത്. 18 വയസ്സ് മുതലെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ പ്രാപ്തരാക്കണം. ഇത് വിദേശത്തെല്ലാം ഉള്ളതാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ അമേരിക്കയിലെ ഒരു കുട്ടിയെ വീട്ടിൽ നിർത്തില്ല, പുറത്തു പോകാൻ പറയും, ഒറ്റയ്ക്ക് പോയി താമസിച്ച് ജീവിതം പഠിക്കാൻ പറയും. കാര്യം ആ കുട്ടി 80 മണിക്കൂർ വർക്ക് ചെയ്യണം ഒരു മാസം. ഈവൻ ഞങ്ങളുടെ സ്ഥാപനത്തിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ അവർക്ക് എഡ്യൂക്കേഷൻ അലവൻസ് ഉണ്ട്. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു മാസം 20 മണിക്കൂർ വർക്ക് ചെയ്യണം. ആ 20 മണിക്കൂർ വർക്ക് ചെയ്ത് അവർക്ക് അസൈൻമെന്റ്സ് ഉണ്ട്. ഞാൻ ആസ് എ മെന്റർ എനിക്ക് അതിൻ്റെ റിപ്പോർട്ട് വരണം. ഇന്ന് ഞങ്ങളുടെ എല്ലാ കുട്ടികൾക്കും അച്ഛനും അമ്മയും കുക്ക് ചെയ്യുന്നത് പോലെ 25 ഡിഷ് കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് അസൈൻമെന്റിന്റെ ഒരു ഭാഗമായിരുന്നു. അത് അവർക്കൊരു പാഠമാണ്, ഹെൽത്ത് മാനേജ്മെന്റിന്റെ ഭാഗമാണ്. വീട്ടിലെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യേണ്ടത് ഒരു മാസത്തിൽ 1 മണിക്കൂർ വർക്കാണ്. അത് അവരുടെ ഒരു അസൈൻമെന്റിന്റെ ഭാഗമാണ്. ഇത് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പഠിപ്പിക്കേണ്ട കാര്യമായിരുന്നു. പക്ഷേ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ എത്ര പേര് നിങ്ങൾക്കറിയാവുന്ന തൊഴിൽ, ഒരു ഇലക്ട്രീഷ്യനായ അച്ഛൻ എത്ര മക്കൾക്ക് പാരലൽ ഒരു ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യാനുള്ള കഴിവ് പകർന്നു കൊടുത്തിട്ടുണ്ട്. കാര്യം ജീവിതത്തിൽ എവിടെ പോയാലും സ്വന്തം വീട്ടിലെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ഒരു തൊഴിലാണത്. പാർട്ട് ടൈമായിട്ട് നിങ്ങൾക്ക് പോയി വർക്ക് ചെയ്യാവുന്ന ഒരു തൊഴിലാണ് അത്. ഒരു കുറച്ചിലുമില്ല. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട്. ഇതുപോലും നമ്മൾ മനസ്സിലാക്കുന്നില്ല. കർഷകനായ അച്ഛനും അമ്മയ്ക്കും കുട്ടിയെ കർഷകനാക്കാൻ ഇന്ന് താല്പര്യമില്ല. ആ രീതിയിലാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ഡിസൈൻ ചെയ്തേക്കുന്നത്. എല്ലാവർക്കും എഞ്ചിനീയറും ഡോക്ടറും ആവണം. അച്ഛനും അമ്മയും അസുഖമായി കിടന്നാൽ ഒരു ചുക്ക് കാപ്പി പോലും ഇട്ട് കൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു മകനെയോ മകളെയാണ് നിങ്ങൾ പുഷ് ചെയ്ത് ഡോക്ടറാക്കാൻ ശ്രമിക്കുന്നത്. ആ കുട്ടി ചിലപ്പം കാണാതെ പഠിച്ച് പരീക്ഷ പാസ്സായി ഡോക്ടറാവും. ആ ഡോക്ടർ സമൂഹത്തിനും ബാധ്യതയാണ്, സ്വന്തം ജീവിതത്തിലൊരു ബാധ്യതയാവും. അല്ലെങ്കിൽ നിങ്ങൾ പണം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മകനെയോ മകളെയോ ഇന്ന് ഡോക്ടറാക്കാം. അതാണ് സിസ്റ്റം. ആ വ്യക്തി ഡോക്ടറായി വരുമ്പോഴാണ് നിങ്ങൾ അസുഖവുമായിട്ട് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഒരു ചെറിയ ടാബ്ലറ്റിൽ ഒതുക്കേണ്ട അസുഖത്തിനെ ഒരു മഹാരോഗയെ ചികിത്സിക്കുന്ന പോലെ ചികിത്സിച്ച് നിങ്ങളുടെ പോക്കറ്റ് മുഴുവൻ കാലിയാക്കി നിങ്ങളെ പാപ്പരാക്കി മാറ്റുന്ന ഒരു സിസ്റ്റം മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ തുടക്കം റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ഉള്ളിൽ തൊഴിലിനോടുള്ള അവജ്ഞയും ചില തൊഴിലിനോടുള്ള അഭിവാഞ്ജയും അതിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ട് കുട്ടികളെ പുഷ് ചെയ്ത് വിടുന്ന ഒരു സ്വഭാവമാണ്. ഇത് മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ എഡ്യൂക്കേഷൻ റെവല്യൂഷൻ തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, അടുത്ത 4 വർഷം നിങ്ങൾ ഓരോ ദിവസവും എടുത്തുക. കാര്യം ലൈഫ് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഡേയ്സ്. അതുപോലെ തന്നെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസങ്ങൾ ചേരുന്നതാണ്. അത് പുതിയ അറിവൊന്നുമില്ല. ആ ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട് നിങ്ങൾക്കും എനിക്കും. ആ 24 മണിക്കൂറുള്ള ഞാനാണ് എൻ്റെ ഓരോ ദിവസവും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ 25 കാര്യം എഴുതി വെക്കും. ഇന്നും രാവിലെയും ഇവിടെ വരുന്നതിന് മുമ്പ് ഇന്നത്തെ ദിവസം ചെയ്യേണ്ട 25 കാര്യങ്ങൾ എഴുതി വെച്ചു. ഇത് എഴുതി വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അടുത്ത 5 വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ 5 ഇയർ പ്ലാൻ ഉണ്ട്, ആനുവൽ പ്ലാൻ ഉണ്ട്, മന്ത്ലി പ്ലാൻ ഉണ്ട്. ഈ ഡെയിലി എഴുതുന്നതിനകത്ത് ചിലത് ആനുവൽ പ്ലാനിനകത്ത് നിന്ന് എഴുതിയതാണ്. ഇത് ഒരു ജീവിതചര്യയാണ്. ഇതാണ് നിങ്ങൾ ഈ ക്യാമ്പസിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം തുടങ്ങേണ്ട കാര്യം. ഞാൻ പറഞ്ഞില്ല, ഇന്ന് എൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളിൽ ആദ്യത്തെ പാഠമായിട്ട് എടുക്കുക. കാര്യം ഞങ്ങളുടെ കമ്പനിയിൽ ഇത് മാൻഡേറ്ററി ആണ്. ഇന്ന് ഞങ്ങൾ ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ്. ഇവിടെ ഇരിക്കുന്ന ഏത് കുട്ടിക്കും ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു ഇൻ്റർവ്യൂവിന് നാളെ ഒരു പ്രശ്നവുമില്ലാതെ ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് തരാം. ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഒരു ഇൻ്റർവ്യൂ വേണ്ട. എനിക്ക് നേരിട്ട് നിങ്ങൾ അതിൻ്റെ റിപ്പോർട്ട് 4 വർഷം കഴിഞ്ഞ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് ഞാൻ തന്നിരിക്കും. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ഇത്രയും ചെയ്യണം. അതിലെ ആദ്യത്തെ കാര്യം, ഒരു ഡയറി, ഒരു ബ്ലാങ്ക് ബുക്ക് നിങ്ങൾ വാങ്ങുക. നാളെ മുതൽ രാവിലെ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം, നിങ്ങൾക്ക് ഒരു ദിവസം മുന്നിലേക്ക് കണ്ട് ചെയ്യാൻ വയ്യാത്ത നിങ്ങളാണോ ഇനി ജീവിതം മുഴുവൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്? ഒരു ദിവസത്തിൽ നിന്ന് തുടങ്ങാം. പിന്നെ നിങ്ങൾ വീക്ക്ലി ടാർഗറ്റ്സ് സെറ്റ് ചെയ്യുക, മന്ത്ലി ടാർഗറ്റ്സ് സെറ്റ് ചെയ്യുക, 5 ഇയർ ടാർഗറ്റ്സ് സെറ്റ് ചെയ്യുക. നാളെ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ഉറങ്ങുന്നതിന് മുമ്പ് അത് വെട്ടുക. ഇത് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു വ്യക്തിക്കും പറ്റത്തില്ല. അത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ഒരു ഉഴപ്പനുണ്ട്.
ഇത് നെഗ്ലിജൻസ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് 2 ദിവസം ചെയ്തിട്ട് 3-ാമത്തെ ദിവസം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളിലുള്ള മടിയനെയാണ് കാണിക്കുന്നത്. അത്തരം പേരെ ഇൻഡസ്ട്രിക്ക് വേണ്ട. ഞങ്ങളുടെ ടെസ്റ്റ് ഡോസുകളാണിത്. ഇത് നമ്മൾ ഒരു അസൈൻമെൻ്റായിട്ട് പുതുതായിട്ട് വരുന്ന ആൾക്കാരടുത്ത് നമ്മൾ ഈ ആദ്യത്തെ ദിവസങ്ങളിൽ ഇത് കൊടുക്കും. ഇത് ചെയ്യാത്തവരെ അന്നേരം തന്നെ നമ്മളിപ്പോൾ ഇൻറ്റേൺഷിപ്പിന് വരുന്ന കുട്ടികളെ തന്നെ അടുത്ത ഇതിലേക്ക് എടുക്കണമെന്ന് നോക്കുന്നത് തന്നെ ഇതുപോലെ നമ്മൾ പറയും. ചിട്ടയായിട്ട് ഡോക്ടർ സുനിൽകുമാറിനെ പോലെ കൃത്യമായിട്ട് ചെയ്യുന്നവർ അവരെ എത്തിയിരിക്കും, അതിന് നോ ഡൗട്ട്. അതായത് ആമയും മുയലും തമ്മിലുള്ള മത്സരം മാത്രം നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. മുയലിൻ്റെ ഉള്ളിൽ ഒരു മടിയനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന് കഴിവുണ്ടായിട്ടും അവൻ ഇടയ്ക്ക് ആ മത്സരത്തിനിടയിലൊന്ന് ഉറങ്ങിയത്. അവിടെയാണ് സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന ആമയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത്, എഫിസത്തിലൂടെ ചെയ്യുന്നത്, ഈ ആമയെയും മുയലിനെയും കൂടെ ചേർത്തുകൊണ്ട് ഹെയറിനെയും ടോട്ടോയ്സിനെയും കൂടെ ചേർത്തുകൊണ്ട് ഹർട്ടോയ്സ് എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. അതിന് കോഴ്സുകൾ തന്നെയുണ്ട്. നമ്മൾ തന്നെ ഇൻറ്റേർണൽ ട്രെയിനിങ് ആണ്. ഇത് ഞങ്ങളൊരു സീക്രട്ട് വെപ്പൺ ആയിരുന്നു. ഞങ്ങൾ ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇന്ന് ഞങ്ങളിത് ക്യാമ്പസുകളിലേക്ക് കൊടുക്കുകയാണ്. അതിനകത്ത് ഈ 100 മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനും 10 കമാൻഡ്മെൻറ്റ്സ് ഉണ്ട്. അത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. 100 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാറാൻ നിങ്ങൾ ഇന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അടുത്ത 100 ദിവസം കൊണ്ട് ഞാൻ എന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്തിരിക്കും. ഇതാണ് 2ാമത്തെ ടേക്ക് അവേ. അതായത് ഇന്ന് ഇവിടുന്ന് ഇറങ്ങുന്ന നിങ്ങൾ തീരുമാനിക്കുക, അടുത്ത 100 ദിവസം കൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി മാറാൻ പോവുകയാണ്. അത് അച്ഛനും അമ്മയും എല്ലാം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. ഇവിടുത്തെ അധ്യാപകർക്ക് മാറാം. ഞങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് മാറി ഈ സ്ഥാപനത്തിനെ അടുത്ത 5 വർഷത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജ് ആക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ അവിടെ എത്തിയിരിക്കും. പക്ഷേ അതിന് ആദ്യം വേണ്ടത് ഒരു ഇനിഷ്യൽ ട്രാൻസ്ഫോർമേഷനാണ്. കാര്യം എല്ലാവരും ഒരു കംഫർട്ടബിൾ സോണിലാണ് ഇരിക്കുന്നത്. ഈ കംഫർട്ടബിൾ സോൺ ബ്രേക്ക് ചെയ്യണം ആദ്യം. നമ്മൾ ഇവിടുന്ന് ശൂന്യാകാശത്തിലേക്ക് ഉപഗ്രഹം എന്ത് വേണമെങ്കിലും നമ്മൾ അയക്കുന്നെങ്കിൽ എർത്തിൻ്റെ ബൗണ്ടറി കിടക്കണമെങ്കിൽ അതൊന്ന് പെനട്രേറ്റ് ചെയ്യണം. അതാണ് ആ ഇനിഷ്യൽ ലെയർ ഓഫ് റെസ്ട്രിക്ഷൻ. അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ടാണ് ഒരു 100 ഡേ ടാർഗറ്റ്സ് സെറ്റ് ചെയ്യുക. അടുത്ത 100 ദിവസം നിങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് 100 എണ്ണം എഴുതുക. അറിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമിൽ പോയി ചോദിച്ചാൽ മതി, എനിക്ക് സ്വയം മാറണം, അടുത്ത 100 ദിവസത്തിൽ എന്നെ മാറ്റണം, എൻ്റെ സ്ഥാപനത്തിനെ മാറ്റണം, എന്തൊക്കെ ഞാൻ ചെയ്യണം, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ചോദിച്ചാൽ അത് തന്നെ 100 എണ്ണം തരും. ഇല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, ഞങ്ങൾ നിങ്ങളെ ഗൈഡ് ചെയ്യാം. ഇത് കഴിഞ്ഞ ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഞാൻ പത്തനംതിട്ടയിലെ ഒരു ട്രൈബൽ സ്കൂളിൽ പോയി. ഞാനിത് കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് മാറണമെങ്കിൽ ഇത് ചെയ്യുക. യു വോണ്ട് ബിലീവ്, 24 മണിക്കൂറിനകം 4 കുട്ടികളുടെ 100 ഡേ ടാർഗറ്റ്സ് വന്നു. ബാക്കി എല്ലാ കുട്ടികളും ഇത് തുടങ്ങി. ഇത് കണ്ടിട്ട് അനദർ 2 ട്രൈബൽ സ്കൂൾസിൽ തുടങ്ങി. ഞാൻ പറയുന്നത് 12ാം ക്ലാസ് പോലും എത്താത്ത കുട്ടികളുടെ കാര്യമാണ്. അവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് അവിടെ ടീച്ചേഴ്സ് മോണിറ്റർ ചെയ്യുകയാണ്. ആ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും അതിന് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എല്ലാ സ്കൂളിലും ഒരു താല്പര്യമുള്ള ഒരു ടീച്ചറുണ്ടായിരുന്നു. അതും ഇവിടെ ഈ സ്ഥാപനം മാറണമെങ്കിൽ ഈ സ്ഥാപനത്തിൽ ഒരധ്യാപകൻ മതി, എല്ലാവരും വേണ്ട, ഒരധ്യാപകൻ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഇത് മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ ഈ ചർച്ചയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും എല്ലാം വേണം. ഇതിനോടൊപ്പം തന്നെയാണ് മാനേജ്മെൻറ്റ്. ഈ മാറ്റത്തിന് താല്പര്യമുള്ളൊരു മാനേജ്മെൻറ്റ് കൂടി ഉണ്ടെങ്കിലേ ഇത് മാറത്തുള്ളൂ. ഇന്ന് ഞങ്ങളുടെ കയ്യിൽ ഈ മാറ്റത്തിനുള്ള എല്ലാം ടെസ്റ്റ് റൺ കഴിഞ്ഞ് ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതിനു വേണ്ടി തുടങ്ങിയ പുനലൂർ എന്ന് പറഞ്ഞ എൻ്റെ ഗ്രാമത്തിൽ, ഞാൻ ജനിച്ച നാട്ടിൽ തുടങ്ങിയ ഒരു അക്കാഡമിയുണ്ട്. വേൾഡിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ വാസിറ്റിയുടെ കേരളത്തിലെ ബേസാണ്. അതിൻ്റെ വീഡിയോ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയി കിട്ടും. മിനിസ്റ്റർ വന്ന് കണ്ടിട്ട് സോ ഇംപ്രസ്ഡ്, പുള്ളി പോയിട്ട് വിത്തിൻ 24 hours ഞങ്ങൾക്ക് അടുത്ത MLAs നിന്ന് ഞങ്ങൾക്ക് കോൾസ് കിട്ടി തുടങ്ങി. ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ ഇത് വേണം, ഈ സിസ്റ്റം വേണം. ഇത് ഈ ക്യാമ്പസിൽ തുടങ്ങാൻ ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഒരു തീരുമാനം എടുത്താൽ മാത്രം മതി. ഒരു അധ്യാപകനെയും ഒരു തിയേറ്റർ ക്ലാസ് റൂം മാത്രം ഞങ്ങൾക്ക് ചെയ്തു തന്നാൽ മതി. അതിൻ്റെ സ്പെക്ക് ഞങ്ങൾ തരാം. ഒരു തിയേറ്റർ ക്ലാസ് റൂം ആൻഡ് പാഷനായിട്ടുള്ള ഒരു അധ്യാപകൻ ഇല്ലെങ്കിൽ അതിൻ്റെ അന്ത്യമാണ്. ഈ ക്യാമ്പസിൽ ആ പാഷനുള്ള ഒരു അധ്യാപകൻ ഇല്ലെങ്കിൽ പിന്നെ ഈ സ്ഥാപനത്തിൻ്റെ ആവശ്യം എന്താണ്? ഇത് 2 മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ബാക്കി വി വിൽ ഗൈഡ്. വി ക്യാൻ ഗോ ഫോർ എ റൈഡ് ടുഗദർ. നമുക്ക് ഒരുമിച്ചൊരു യാത്രയ്ക്ക് പോയിട്ട് ഈ സ്ഥാപനത്തിനെ ഇന്ന് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. കാര്യം ഇവരുടെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒരു ബ്ലാങ്ക് സ്ലേറ്റ് പോലെയാണ്. ഇവരെ മാറ്റാൻ വളരെ എളുപ്പമാണ്. ഇത്ര ആലോചിക്കുക, അക്കാഡമിക്സിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് മൊത്തം 50,000 മണിക്കൂറാണ്. ഇതിൽ
40,000 മണിക്കൂർ നിങ്ങൾ ഓൾറെഡി ഏകദേശം തീരുമാനമാക്കിയിട്ടുണ്ട്. ഇനി ഉള്ള 10,000 മണിക്കൂറിനെയാണ് നമുക്ക് കറക്റ്റ് ഡിസൈൻ ചെയ്തെടുക്കേണ്ടത്. ഞാൻ പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇവിടുത്തെ വർക്കിംഗ് അവേഴ്സ് ആൻഡ് നോർമലി വലിയ ഡിഫറൻസ് ഇല്ല മറ്റേ ക്യാമ്പസുമായിട്ട്. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ ഫിഗേഴ്സ് വെച്ച് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടൊരു കണക്ക് തരാം. ഒരു ദിവസം 24 മണിക്കൂറിൽ നിങ്ങൾക്ക് 7 മണിക്കൂർ ഉറക്കം, 1 മണിക്കൂർ നിങ്ങളുടെ മൊബൈൽ റീചാർജ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ ബോഡിയെ നിങ്ങൾക്ക് റീചാർജ് ചെയ്യണം. കാര്യം നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയി ആവണമെങ്കിൽ ആദ്യം ഒരു ഹെൽത്തി ബോഡി വേണം. ഈ 8 മണിക്കൂർ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി തൊടാൻ പറ്റില്ല, അത് മാറ്റി. ഇനി 16 മണിക്കൂറുണ്ട്. ഈ 16 മണിക്കൂർ എത്ര വെച്ചിട്ട് നിങ്ങൾ ഈ 4 വർഷം സമയം എടുത്തെന്ന് കൂട്ടി നോക്കൂ. ഏകദേശം 24,000 മണിക്കൂറുണ്ട്. 24,000 മണിക്കൂർ. ടൈം ഈസ് മണി. സമയത്തിനെ നിങ്ങൾ ആരാധിക്കണമെങ്കിൽ സമയത്തിനെ പണം പോലെ കാണണം. നിങ്ങൾ അതിനെ ആരാധിക്കണം. അതാണ് ഏറ്റവും മൂല്യമുള്ള നാണ്യമെന്ന് നിങ്ങൾ കരുതി. ഓരോ നാണ്യവും നിങ്ങൾ അളന്ന് മുറിച്ച് സ്പെൻഡ് ചെയ്യുമ്പോഴാണ് അത് ടൈമിനെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സമയത്തിനെ നിങ്ങൾക്ക് 3 രീതിയിൽ കാണാം. സമയത്തിനെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യാം, ഒരു കാര്യമില്ല, അത് കഴിഞ്ഞു പിന്നെ പോയ സമയം നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. ലൈക്ക് അക്കാഡമിക്സിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് ഇത്രയും കാലം സ്പെൻഡ് ചെയ്തതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല, അത് പോയി, ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. പക്ഷേ അതിനകത്ത് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നോളജൊക്കെ ഉള്ളിൽ കയറും. പക്ഷേ ഈ നോളജിന് ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ അത് ജസ്റ്റ് സ്പെൻഡിങ് മാത്രമേ. അതേസമയം ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങൾ ആ ജീവിതത്തിൽ ആവശ്യമുള്ളത് മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് അതിന് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ്മെൻ്റ് ആയി മാറും. ഞങ്ങളുടെ കരിയർ ഡിസൈൻ ക്ലാസ്സിൽ ഞങ്ങളുടെ കുട്ടികളെ കൊണ്ട് ഞങ്ങൾ അമ്മമാർ പറഞ്ഞു കൊടുക്കാത്ത കുക്കിംഗ് മെത്തേഡ് അമ്മമാരെ കൊണ്ട് തന്നെ ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുപ്പിക്കുന്നത് അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയതുകൊണ്ടാണ്. ജീവിതത്തിൽ എവിടെ പോയാലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമായ അമ്മയുണ്ടാക്കുന്ന ഫുഡിൻ്റെ അതേ ടേസ്റ്റിൽ നമ്മൾ അത് ചെയ്ത് അത് അത്രയും സമയം 25 ഡിഷ് ഉണ്ടാക്കാൻ നിങ്ങൾ 50 മണിക്കൂർ സ്പെൻഡ് ചെയ്തോളൂ, അതൊരു നഷ്ടമേ അല്ല. അത് എവിടെ പോയാലും നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനേക്കാളേറെ ആ 50 മണിക്കൂർ നിങ്ങൾ അമ്മയോടൊപ്പം അടുക്കളയിൽ ചെലവഴിപ്പിക്കുമ്പോൾ കിട്ടുന്ന ക്വാളിറ്റി ടൈം. ഇന്ന് അച്ഛനും അമ്മയും മക്കളും തമ്മിൽ അകന്നു പോകുന്നതിൻ്റെ മെയിൻ കാരണം മാതാപിതാക്കളുടെ ഇഗ്നറൻസ് ആണെന്ന് ഞാൻ പറയേണ്ടി വരും. കാര്യം കോളേജിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് മാക്സിമം 6 മണിക്കൂർ, ബാക്കി സമയം മുഴുവൻ വീട്ടിലാണ്. 80% ക്യാമ്പസിന് പുറത്താണ്, അല്ലെ ക്ലാസ്സിന് പുറത്താണ്. അത് വ്യക്തമായ ധാരണയിൽ ഓരോ മണിക്കൂറും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിക്ടിംസാണ് ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം. നിങ്ങൾ അമ്മമാർ സ്വയം നെഞ്ചിൽ വെച്ച് ചോദിക്കുക, ഞാൻ എൻ്റെ കുട്ടികളെ എത്ര ഡിഷ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു എന്ന്. കാര്യം ജീവിതത്തിൽ ആവശ്യമുണ്ടായിരുന്ന കാര്യമായിരുന്നു, അവർക്കറിയാവുന്ന ഏറ്റവും വലിയ കലയാണ്. അത് പഠിപ്പിച്ചു കൊടുക്കാതെ ഒരു ബാഗിനകത്ത് കുറേ പുസ്തകവും വെച്ച് സ്കൂളിലേക്ക് പറഞ്ഞയച്ചാൽ എൻ്റെ ഉത്തരവാദിത്വം തീർന്നു എന്ന് കരുതുന്ന അമ്മമാരാണെങ്കിൽ നിങ്ങളായിരുന്നു ഈ കുട്ടികൾ ഈ അവസ്ഥയിലെത്താനുള്ള ഒരു കാരണം. തനിക്കറിയാവുന്ന തൊഴിൽ തൻ്റെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നിട്ടും പറ്റാതെ അത് അല്ല എഞ്ചിനീയറിംഗ് ഡോക്ടറുമായി മാറ്റാൻ മാത്രം ശ്രമിച്ച അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ അതിന് ഉത്തരവാദിയാണ്, അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. പക്ഷേ ഇനിയും നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് സമയത്ത് ആ കഴിവ് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കറക്റ്റീവ് ആക്ഷനാണ്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് സ്വയം ചെയ്യാം. നമ്മുടെ കയ്യിൽ കണക്ക് കിട്ടി, 24,000 മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ട്. ഈ 24,000 മണിക്കൂറിൽ ഇവിടെ ഇന്ന് സാറിനോട് ചോദിച്ചപ്പോൾ മനസ്സിലായത് 5 മണിക്കൂർ വെച്ചിട്ട് 4 വർഷം എക്സാം അടക്കമാണ് പറയുന്നത്, 3,500 മണിക്കൂറേ ഉള്ളൂ. ഒരു 1,500 മണിക്കൂർ ഇടൂ നിങ്ങൾ അസൈൻമെന്റ്സ് ചെയ്യാനും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനും എല്ലാമായിട്ട് 1,500 മണിക്കൂർ. അത്രയൊന്നും ഇല്ല, ആരും ചെയ്യില്ല. ഈ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ഉള്ള സിസ്റ്റം, ഞങ്ങളൊക്കെ അത് കഴിഞ്ഞ് വന്നതല്ലേ. ഈ 1,500 ഇട്ടാലും 5,000 മണിക്കൂർ കൂട്ടിക്കോളൂ. എന്നാലും 24-ൽ നിന്ന് കുറച്ചാൽ 19,000 മണിക്കൂർ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് എവിടെയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്? അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാറ്റത്തിന് തുടക്കം കുറിക്കേണ്ടത്. നിങ്ങൾ അടുത്ത 100 ദിവസത്തിനുള്ളിൽ ഇതിനകത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള 4 വർഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. ഏതൊക്കെയാണ് ഈ 100 കാര്യങ്ങൾ? അതാണ് തിരിച്ചറിയേണ്ടത്. ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള 100 കാര്യങ്ങളിൽ ആദ്യം തിരിച്ചറിയേണ്ടത് നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒരു കാര്യം മാത്രമാണ്. ബാക്കി ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ ക്യാരക്ടറിനെയാണ്. നിങ്ങളുടെ ക്യാരക്ടർ ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യാതെ നിങ്ങൾ ഇൻഡസ്ട്രിയിലേക്ക് വന്നാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ബാധ്യത അതാണ്.
കൃത്യനിഷ്ഠയോടുകൂടി ഒരാൾ ഓഫീസിൽ വരുന്നില്ലെങ്കിൽ അത് ക്യാരക്ടർ ഡെഫിഷ്യൻസിയാണ്. ആ കൃത്യനിഷ്ഠത പഠിക്കണമെങ്കിൽ സമയത്തെ ആരാധിച്ചു തുടങ്ങണം. ഞങ്ങളെ കോളേജിൽ ജർമൻസ് പഠിപ്പിക്കുമ്പം ആദ്യം പഠിപ്പിച്ചത് 9 o'clock എന്ന് പറഞ്ഞാൽ 8 hours 59 minutes and 60 seconds. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ പ്രോഗ്രാമിന് മുമ്പേ ഞാൻ ഇവിടെ വരുന്നത്, സമയത്തിനെ ആരാധിക്കുന്നതുകൊണ്ടാണ്. എൻ്റെ ലൈഫിൽ ഒരു പ്രോഗ്രാമിന് പോലും ഒരു സ്ഥലത്തും ഓഫീസിലായിട്ട് എവിടെയാണെങ്കിലും ഞാൻ നെവർ എവർ ലേറ്റ്. ഞാനത് ചെയ്യുന്നതുകൊണ്ട് സ്ഥാപനത്തിൽ എല്ലാവരും അത് ഫോളോ ചെയ്യുന്നു. ഞങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ ഞങ്ങളുടെ റെപ്യൂട്ടേഷൻ വേറെയാണ്. ഞങ്ങളുടെ കോമ്പറ്റേറ്ററിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുന്നിലാണ്. നിങ്ങൾക്ക് തടയുന്നത് എന്താണ്? രാവിലെ കൃത്യമായിട്ട് ഇനി മുതൽ നാളെ പഠിക്കേണ്ട 9 മണി എന്ന് പറഞ്ഞാൽ 8 hours 59 minutes and 60 seconds എന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് മടിയുടെ ലക്ഷണമാണ്. ഇൻഡസ്ട്രിക്ക് അത് വേണ്ട. ഇത് തിരുത്താൻ ഈ 100 ദിവസത്തെ പദ്ധതികളിൽ ഞാൻ നാളെ മുതൽ പങ്ക്ച്വലായിരിക്കും. ഞാൻ അടുത്ത വീക്കെൻഡ് വീട്ടിൽ പോകുമ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് 2 ഡിഷെങ്കിലും ഉണ്ടാക്കാൻ പഠിച്ചിട്ടേ വരൂ. അമ്മമാരെ നിർബന്ധമായിട്ടും കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ 2 ഡിഷ് പഠിപ്പിച്ചേ വിടൂ എന്ന് തീരുമാനിച്ച് ഈ 100 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എത്ര ഡിഷ് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ അത് ടാർഗറ്റ് എഴുതുക. അച്ഛനിൽ നിന്ന് ഞാൻ ഇത് പഠിച്ചിരിക്കുന്നു 100 ദിവസത്തിൽ ഒരു ടാർഗറ്റാണ്. സ്വന്തം അച്ഛനെയും അമ്മയെയും സ്നേഹിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണോ നിങ്ങളുടെ സ്ഥാപനത്തിനെ സ്നേഹിക്കുന്നത്, നിങ്ങളുടെ ക്ലയൻസിനെ സ്നേഹിക്കുന്നത്? അപ്പം അത് പഠിച്ചു തുടങ്ങേണ്ടിയിരുന്നത് വീട്ടിൽ നിന്നാണ്. അവിടെയാണ് അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള അകലം വർദ്ധിച്ചു വരുന്നത്. അത് കറക്റ്റ് ചെയ്യാനുള്ള തുടക്കമാണ് ഈ അടുത്ത 100 ദിവസം. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും എല്ലാ ദിവസവും വിളിച്ചിരിക്കും, ഒന്ന് ഫോൺ ചെയ്തിരിക്കും, ഒരാവശ്യമുണ്ടെങ്കിൽ വീട്ടിൽ വീക്കെൻഡ് പോയിരിക്കും. ഇങ്ങനെ അവരുമായിട്ട് സമയം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തിരിക്കും. ഇന്നത്തെ ജനറേഷൻ്റെ ഞങ്ങളുടെയൊക്കെ പ്രശ്നം ഇതായിരുന്നു. ഫ്രണ്ട്സ് കഴിഞ്ഞിട്ട് ഒരു പരിപാടിയില്ല. ഫ്രണ്ട്സ് ഇപ്പോൾ എവിടെയൊക്കെ പോയത് നമുക്ക് തന്നെ അറിയത്തില്ല. അവരൊക്കെ അവരുടെ വഴിക്ക് പോയി. അച്ഛനും അമ്മയും ഇന്നും അവിടെയുണ്ട്. നിങ്ങൾ തിരിച്ചറിയേണ്ടത്, നാളെ നിങ്ങൾക്ക് ഒരു രോഗം വന്ന് നിങ്ങളുടെ കിഡ്നി മാറ്റി വെക്കണമെങ്കിൽ അത് തരാൻ നിങ്ങളുടെ അച്ഛനും അമ്മയും കാണത്തുള്ളൂ. ഈ പറയുന്ന ഒരു സുഹൃത്തും അവിടെ വരത്തില്ല. ഫോൺ ചെയ്താൽ ഹലോ ഹലോ കമ്പിളിപ്പതുപ്പെന്ന് പറയുന്ന അവസ്ഥയാണ്. അവിടെയാണ് രക്തബന്ധത്തിൻ്റെ വിലയറിയേണ്ടത്. അത് നഷ്ടപ്പെടുത്താതെ ഊഷ്മളമായി സൂക്ഷിക്കുന്ന ഒരു ക്യാരക്ടറിന് മാത്രമേ. ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ പ്രശ്നക്കാരെ എല്ലാം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫാമിലിയിലൊരു അതിൻ്റെ റൂട്ട് പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അവരുടെ ഫാമിലി റിലേഷൻഷിപ്സിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. നമുക്ക് അവിടെ നിന്നാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഈ 100 ദിവസത്തെ പദ്ധതിയിൽ നിങ്ങളുടെ കുറേ 100ഓളം ക്യാരക്ടർ ഡെഫിഷ്യൻസി ഉണ്ട് ഒരു മനുഷ്യന്. ആ എൻ്റെ ക്യാരക്ടർ ഡെഫിഷ്യൻസി എന്താണെന്ന് എനിക്കറിയില്ല. അത് എൻ്റെ ഏറ്റവും അടുത്തറിയാവുന്ന പേരൻസിനോടോ എൻ്റെ സുഹൃത്തുക്കളോടോ ചോദിക്കുമ്പോഴാണ് എന്തൊക്കെയാണ് എൻ്റെ കുറവുകൾ. അവർ പറയുന്നതിനെ ആണ് ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത്. ഇതിനെല്ലാം ഇതിനകത്ത് മെത്തേഡ്സ് ഉണ്ട്. തീർച്ചയായിട്ടും ഈ 100 ദിവസം നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയാണ്, നിങ്ങളിത് എങ്ങനെ അച്ചീവ് ചെയ്യുന്നു എന്ന് അറിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്ന കുറേ ക്യാമ്പസുകളുണ്ട്. കാര്യം ഞങ്ങൾക്ക് 5 വർഷം കൊണ്ട് ഇവിടുത്തെ കുറേ മോഡൽ സ്കൂൾസ് ആൻഡ് മോഡൽ കോളേജസ് വേണം. ഞങ്ങൾ തുടങ്ങിയത് അട്ടപ്പാടിയിലെ ട്രൈബൽ സ്കൂൾസിൽ നിന്നാണ്. അവിടെ ഞങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെയും പറ്റും. അത് മാറ്റം വരുത്തണമെങ്കിൽ ഈ 100 ദിവസത്തെ നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ടാണ്. അതിന് അധ്യാപകരും അവർക്ക് മേലുള്ള മാനേജ്മെൻറ്റും തീരുമാനിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. തീർച്ചയായിട്ടും 100 ദിവസം ഞാൻ നിങ്ങളുമായിട്ട് സംവേദിക്കും. ഡോക്ടർ സുനിൽ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഈസിയാണ്. ഹി വിൽ ഗീവ് മി എ കറക്റ്റ് റിപ്പോർട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. നമ്മൾ ആ യാത്രയിലേക്ക് തിരിക്കുമ്പോഴായിരിക്കും ഇനി നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ 19,000 മണിക്കൂറിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ സ്പെൻഡ് ചെയ്യേണ്ടത്. ആദ്യം തിരിച്ചറിയുക, ഒരു ഫീൽഡിൽ മാസ്റ്റർ ആവണമെങ്കിൽ 500 മുതൽ 1500 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഫീൽഡിൽ മാസ്റ്റർ ആവാൻ പറ്റും. ഇന്ന് ഇപ്പം ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ യു നീഡ് ടു ഹാവ് ഒരു പരിശീലനം ഇല്ലാത്തൊരു വ്യക്തിക്ക് ഒരു ക്രൈസിസിനെ പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന വരത്തില്ല. എല്ലാവർക്കും ബോൺ ടാലൻറ്റ് കാണത്തില്ല. ഒരു എക്സാമ്പിൾ ഇന്ന് നിങ്ങളുടെ കൺമുമ്പിൽ ഇവിടെ നടന്നിട്ടുണ്ട്. ആരും ശ്രദ്ധിച്ച് കാണത്തില്ല. ഞാനിവിടെ നിന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഇന്ന് ആദ്യം കുറച്ച് കുട്ടികൾ വന്ന് ഇവിടെ ഡാൻസ് ചെയ്തു. പെട്ടെന്ന് മ്യൂസിക് നിന്നു. ഇത് ഒരു നേഴ്സറി ലെവലിലുള്ള കുട്ടികളുടെ മുന്നിലാണ് ഇത് നിൽക്കുന്നെങ്കിലുള്ള കുട്ടികളുടെ ബോഡി ലാംഗ്വേജ് ആയിരുന്നു ഇന്ന് കണ്ടത്. കാര്യം ഈ കുട്ടികളൊക്കെ അവർ പെട്ടെന്ന് എല്ലാവരും ഒരുപോലെ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തു. മ്യൂസിക് വന്നു, അവർ റീസ്റ്റാർട്ട് ചെയ്തു. അതിനൊരു ബ്രേക്ക് വന്ന ഫീൽ അവർ കാര്യമായിട്ട് കൊടുത്തിട്ടില്ല. അത് അവരുടെ വർഷങ്ങളോളമുള്ള, അതായത് ആഴ്ചയിൽ ഒരു മിനിമം ഡാൻസ് പഠിക്കുന്ന ഒരു കുട്ടി മിനിമം 2 മണിക്കൂറെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അതായത് ഒരു വർഷം 100 മണിക്കൂർ പോകും. അങ്ങനൊരു 5 to 10 years എടുക്കുമ്പോഴാണ് ഇവരൊരു നല്ല, ഇന്ന് ഇവിടെ പെർഫോം ചെയ്തവരെല്ലാം മിനിമം 500 to 1000 hours ഡാൻസിന് വേണ്ടി മാറ്റിയ കുട്ടികളായതുകൊണ്ടാണ് അവിടെ ഇന്ന് ഇത്ര മനോഹരമായിട്ട് അത് ഡാൻസ് ചെയ്തത്. ഇതുപോലെയാണ് നിങ്ങൾ ഈ 19,000 മണിക്കൂറിനെ മണിക്കൂറുകൾ എണ്ണി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിലേക്ക് ഡിസൈൻ ചെയ്തെടുക്കേണ്ടത്. ഇതാണ് കരിയർ ഡിസൈൻ.
അവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. പോയത് പോയി, ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന സമയം അതിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന് ആപ്ലിക്കേഷൻ ഉണ്ടാവണം. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, അല്ലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, എൻ്റെ ഏറ്റവും വലിയ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ, ഞാൻ ക്ലാസ്സിലെ ഏറ്റവും ചെറിയ കുട്ടികളിലൊന്നാണ്. എപ്പോഴും ഫ്രണ്ട് ബെഞ്ചിൽ സീറ്റ് ഉറപ്പാണ്, ഒരു കൃഷഗാത്രൻ. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തപ്പോൾ അതുവരെ എൻ്റെ ഒരു കോംപ്ലക്സ് എന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും ഈ അടിപിടിയൊക്കെ ഉള്ളിടത്ത് പോത്തേയില്ല. കാര്യം എനിക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല അവിടെ. എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, ഫിസിക്കലി ഐ ആം അൺഫിറ്റ് എന്നുള്ളൊരു ഫീലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ സുനിലിനോട് ചോദിച്ചറിയാം ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയാം. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് ഞാൻ ആദ്യം എടുത്ത തീരുമാനം എൻ്റെ ആ ഒരു ഡെഫിഷ്യൻസിയെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഞാൻ ആദ്യം പോയി ജോയിൻ ചെയ്ത് കരാട്ടെ, അവിടെ ഞങ്ങളുടെ ക്യാമ്പസിനടുത്തൊരു കരാട്ടെ സ്കൂളുണ്ട്, അവിടെ പോയി ജോയിൻ ചെയ്തു. ഫസ്റ്റ് ക്ലാസ്സിൽ എനിക്ക് ഒരു പുഷപ്പ് എടുക്കാൻ പറ്റാത്ത ഞാൻ 100 പുഷപ്പ് സ്പ്രിങ് പോലെ എടുക്കുന്ന സ്റ്റേജിലേക്ക് വന്നു. ഒരു സ്റ്റേജ് ആയപ്പോൾ എനിക്ക് 52 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് ഇതുവരെയും എനിക്ക് എൻ്റെ മുന്നിൽ ഒരു 7 അടിക്കാരൻ വന്ന് എന്നെ വെല്ലുവിളിച്ചാൽ പോലും എനിക്കൊന്നും തോന്നില്ല. കാര്യം അതിനോ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏതവസ്ഥയിലെയും ഉള്ളത് കോൺഫിഡൻസ് എനിക്ക് അതിൽ നിന്ന് കിട്ടി. നിങ്ങൾക്കൊരു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആവണമെങ്കിൽ 500 to 1000 hours സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാലൻറ്റ് ഉണ്ടെങ്കിൽ 500-ൽ തീർക്കും, ഇല്ലെങ്കിൽ 1000 hours യു വിൽ ഗെറ്റ് എ ബ്ലാക്ക് ബെൽറ്റ്. ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾ നാളെ പോയിട്ട് ഇവിടെ ഒരു കരാട്ടെ സ്കൂളിൽ ജോയിൻ ചെയ്താൽ ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുമായിട്ടാണ് ഇറങ്ങുന്നത്. നിങ്ങളെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയ ഏതെങ്കിലും പെൺകുട്ടിയെ ഇന്ന് വരെ ആരെങ്കിലും ബുള്ളി ചെയ്തതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. കാര്യം ചെയ്യാൻ പറ്റില്ല. ആ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയ കുട്ടിയുടെ കോൺഫിഡൻസിന് മുന്നിൽ ആർക്കും വന്ന് നിൽക്കാൻ പറ്റില്ല. അത് ആദ്യം തിരിച്ചറിയാം. നമ്മൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ വേണ്ട ഏറ്റവും വലിയ ടൂളാണ് സെൽഫ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് ഒരു സുപ്രഭാതത്തിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കാര്യമല്ല. ഈ കോൺഫിഡൻസിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ എഫിഷ്യൻസി ഇമ്പ്രൂവ്മെൻറ്റ് സിസ്റ്റത്തിൽ ഓരോ മാനേജ്മെൻറ്റ് സിസ്റ്റം വഴിയും ഓരോ ഈ 10 കമാൻഡ്മെൻറ്റ്സ് വഴിയും നമ്മൾ ഓരോന്നും ഇവരുടെ ഈ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് നല്ല മാർക്കോട് കൂടി പാസ്സാകുമ്പം ഈ കോൺഫിഡൻസിനകത്ത് ഒരു പോർഷൻ അത് തരും. ഓക്കെ, എനിക്ക് തന്നെ ഒരു ഫീൽ കിട്ടും. ഓക്കെ, ഐ ആം എൻ എഞ്ചിനീയർ, കോൺഫിഡൻസ്. എനിക്ക് ഓണേഴ്സ് ഉണ്ട്, കോൺഫിഡൻസ്. എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്, എനിക്ക് കോൺഫിഡൻസ്. പക്ഷേ ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. അവിടെ നിങ്ങൾക്ക് വേറെ ഒരുപാട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത് ഇവിടുത്തെ ക്ലാസ് റൂമിനകത്തൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. ക്ലാസ് റൂമിനകത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കിട്ടുന്നത്? നിങ്ങൾ മിണ്ടാതിരിക്കുകയല്ലേ, അധ്യാപനല്ലേ സംസാരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കിട്ടണമെങ്കിൽ, നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് ആൻഡ് ലൈഫ് സ്കില്ല് കിട്ടണമെങ്കിൽ അത് ക്ലാസ് റൂമിന് പുറത്താണ് വേണ്ടത്. അവിടെയാണ് നിങ്ങളുടെ 19,000 മണിക്കൂറിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് ഇത്ര ഓരോ എൻ്റെ പാഷനുള്ള ഫീൽഡ് ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആയിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാം. പിന്നെ എങ്ങനെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ പഠിക്കാനുള്ള പണം നിങ്ങൾ ഒറ്റയ്ക്ക് ഞാൻ ഉണ്ടാക്കി. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിക്കും നാളെ തൊട്ട് അത് ചെയ്യാൻ പറ്റില്ലേ? ആരാ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല എന്ന്? എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കോൺഫിഡൻസ് ആണ്, ഞാൻ എൻ്റെ സ്വന്തം കാലിൽ വളർന്ന വ്യക്തിയാണ്. എനിക്ക് എവിടെ പോയാലും എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം കിട്ടിയത് ആ ക്യാമ്പസിൽ നിന്നും സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയപ്പോഴാണ്. അത് ഇവിടുത്തെ സിലബസിനകത്തുള്ളതല്ല, അത് ക്ലാസ് റൂമിന് പുറത്താണ്. ഇവിടെ 5 മണിക്കൂറേ ഉള്ള അധ്യാപകരുടെ കയ്യിൽ നിങ്ങൾ. അതിനുശേഷമുള്ള സമയം നിങ്ങൾ എങ്ങനെയാണ് ചിലവഴിക്കുന്നത്? ചിലവഴിക്കുകയല്ല, ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്കറിയാവുന്നത്, ഏതായാലും ഒരു മിനിമം നോളജ് ഇല്ലാതെ ആരും ഇവിടെ ഒരു അഡ്മിഷൻ കിട്ടി വരത്തില്ല. ഒരു 12ാം ക്ലാസ്സുകാരന് ക്ലാസ് എടുക്കാൻ പറ്റിയില്ലെങ്കിലും 10ാം ക്ലാസ്സുകാർക്ക് ക്ലാസ് എടുത്തൂടെ? ട്യൂഷൻ, ഓൺലൈൻ ട്യൂഷൻ. നിങ്ങളുടെ ഈ 100 day ചലഞ്ച് നിങ്ങൾ വിജയിക്കുന്ന ഏത് വിദ്യാർത്ഥിക്കും ഞങ്ങളുടെ ഒരു ആപ്പ് ഉണ്ട്, മെന്റർ ആപ്പ് എന്ന് പറയും. സെൽഫ് ഏണിങ്ങിൻ്റെ ഏൺ ആൻഡ് ലേണിൻ്റെ ഒരു ആപ്പ് വി വിൽ പ്രൊവൈഡ്. നിങ്ങളൊന്നും ചെയ്യേണ്ട, അതിനകത്ത് പേര് രജിസ്റ്റർ ചെയ്താൽ മതി. നിങ്ങളെ ആവശ്യമുള്ള കുട്ടികൾ അവിടെ വരും. നിങ്ങൾ എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നു നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇന്ന് എറണാകുളത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഇന്ന് രാവിലെ ഞാൻ വെരിഫൈ ചെയ്തു എത്രയാണ് റേറ്റ് എന്ന്. അവൈലബിൾ 250 രൂപ. നിങ്ങളുടെ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു കുട്ടി ട്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ 250 രൂപ ആവറേജ് കിട്ടും. 80 മണിക്കൂറാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 20,000 രൂപ മാസം. വേണ്ട, നിങ്ങൾ 80 വേണ്ട, 40 മണിക്കൂർ നിങ്ങൾക്ക് ട്യൂഷൻ എടുത്തൂടെ? അത് ഹാർഡ്ലി വർക്കിംഗ് ഡേയ്സിൽ 1 മണിക്കൂറും വീക്കെൻഡ്സ് 2 മണിക്കൂറും വെച്ചിട്ട് നിങ്ങൾ ഓൺലൈൻ ട്യൂഷൻ, നിങ്ങളുടെ കയ്യിൽ കമ്പ്യൂട്ടർ ഉണ്ട്, നിങ്ങൾ എത്രയോ സമയം കളയുന്നു. വിദ്യാധനം സർവധനാൽ പ്രധാനം. അത് കൊടുക്കും തോറും ഏറിടും. നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്നത്. അത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ 1 മാസം
40 മണിക്കൂർ മാറ്റിവെച്ചാൽ ഒരു വർഷം 500 മണിക്കൂറേ വരുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ 19,000 മണിക്കൂർ കിടപ്പുണ്ട്. 50 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് 10,000 രൂപ മാസം കിട്ടും. എൻ്റെ കയ്യിൽ 4 വർഷം കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടി ഒരു ആപ്ലിക്കേഷനിൽ പറഞ്ഞാൽ മതി, സാർ ഞാൻ സ്വന്തം കാശിലാണ് ഇത്രയും നാൾ, ഇതാണ് എൻ്റെ ടീച്ചിങ് റെക്കോർഡ്. ഇന്ന് AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിങ്ങൾ ആരെ ക്ലാസ് എടുത്ത് എന്നെ ക്ലാസ് ഇതിൻ്റെ എല്ലാം റെക്കോർഡ് കിട്ടും. ഞങ്ങൾ നോക്കിയാൽ ഒരു കുട്ടി സ്വന്തം, അതായത് പഠനത്തോടൊപ്പം സ്വന്തമായി ട്യൂഷൻ എടുത്ത് കൃത്യമായി ട്യൂഷൻ എടുത്ത് പഠിച്ചു, ആ വീട്ടിൽ നിന്ന് 1 രൂപ പോലും വാങ്ങാതെ പഠിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങൾക്ക് വേണ്ട ആത്മവിശ്വാസമുള്ള അത്തരം ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്. നിങ്ങളുടെ 100 പേജ് ഈ ടാർഗറ്റിനകത്ത് അതിട്ടുള്ളൂ. ഞാൻ ഒരു കുട്ടിയെ ട്യൂഷൻ എടുത്ത് തുടങ്ങും. ഇന്നിവിടെയുള്ള ഫേമസ് കേരളത്തിൽ തന്നെയുള്ള എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് ബില്യണറായ വ്യക്തിയൊക്കെ ഉണ്ട്. ഇവർ ട്യൂഷൻ എടുത്താണ് തുടങ്ങിയത്. ട്യൂഷൻ നമുക്ക് തരുന്ന നോളജ് ആൻഡ് കോൺഫിഡൻസ് ഇസ് ഡിഫറെൻറ്റ്. അതിനേക്കാളേറെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം കാലിൽ നിൽക്കുന്നതിനുള്ള ഏറ്റവും വലിയ മാർഗം. ഇതും നിങ്ങളുടെ 100 ദിവസത്തെ ടാർഗറ്റ്സിനകത്ത് ഉൾപ്പെടുത്തുക. ഇത്തരം ഒരു സമൂലമായ മാറ്റത്തിലൂടെ മാത്രമേ ഇനിയുള്ള ഈ 4 വർഷം ഞാൻ ഇതുവരെ സമയം നഷ്ടപ്പെടുത്തുകയായിരുന്നു, അല്ലെങ്കിൽ സമയം ജസ്റ്റ് സ്പെൻഡ് ചെയ്യുകയായിരുന്നു എന്ന് മാറ്റിയിട്ട് ഞാൻ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ആണ് എന്ന് ഓരോ ദിവസവും പറഞ്ഞുകൊണ്ട് വേണം ആ രാവിലത്തെ 25 ടാർഗറ്റ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ. ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓക്കെ ഇനി വേണ്ട ഈ 16 മണിക്കൂറിലും ഓക്കെ ഒന്നും കണക്കൂട്ടില്ല, 6 മണിക്കൂർ അങ്ങ് വിട്ടു, 10 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് പ്ലാൻ ചെയ്തുവിടെ. ഈവൻ ഒരു സിനിമ കാണുന്നതിൽ പോലും സിനിമ ഒരു വെറും കണ്ടു തീർക്കേണ്ടതല്ല, സിനിമ പഠിച്ചിട്ട് കാണുമ്പോഴാണ് എന്താണ് സിനിമ കാണാൻ പഠിച്ചവനും പഠിക്കാതെ കാണുന്നവനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നത്. ഞാൻ സിനിമയെക്കുറിച്ച് പഠിച്ചിട്ടാണ് സിനിമ ചെയ്തതും സിനിമ ഇന്ന് കാണുന്നതും. ഞാൻ കാണുന്ന സിനിമയിൽ കഥ മോശമായാലും എനിക്ക് പ്രശ്നമില്ല, കാര്യം ഞാൻ അതിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സാണ് കാണുന്നത്. ഞാൻ അതിൻ്റെ അകത്ത് എഡിറ്റിംഗ് പാറ്റേൺ നോക്കും, കാര്യം അതിൻ്റെ പിന്നിൽ ഒരു വളരെ ക്രിയേറ്റീവ് എഡിറ്റിംഗ് നടന്നിട്ടുണ്ടാവും, കളർ കറക്ഷൻസ് നടന്നിട്ടുണ്ടാവും, ലൊക്കേഷൻസ് ഞാൻ നോക്കുന്നുണ്ട്, അതിനകത്തെ കോസ്റ്റ്യൂംസ് ഡിസൈൻസിനെ കുറിച്ച് ഞാൻ നോക്കുന്നുണ്ട്, അതിനകത്തൂടെ മെസ്സേജസിനെ കുറിച്ച് നോക്കുന്നുണ്ട്, അതിൻ്റെ സ്ക്രിപ്റ്റ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നോക്കുന്നുണ്ട്, ക്യാരക്ടർ ഡിസൈനെ കുറിച്ച് നോക്കുന്നുണ്ട്. ഈ സിനിമയ്ക്കുള്ളിൽ പല പല ലെയേഴ്സാണ്. ഇത് സിനിമ പഠിക്കുന്ന ഒരു വ്യക്തിക്കേ അറിയത്തുള്ളൂ. സിനിമയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ കാണുന്ന ഓരോ സിനിമയും നിങ്ങൾക്കൊരു ഇൻഫർടൈൻമെൻറ്റ് മൂവിയായിട്ട് മാറുന്നത്. ആയിരക്കണക്കിന് സിനിമകൾ ഇറങ്ങുന്നതിൽ നിന്ന് ഞാൻ കാണേണ്ട ഈ വർഷം ഐ ആം ഗോയിങ് ടു ഇൻവെസ്റ്റ് 200 hours ഫോർ മൂവീസ് എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ 100 ചിത്രങ്ങൾ സെലക്ട് ചെയ്യും. പ്ലാൻ ചെയ്തിട്ടാണ്, വളരെ കൃത്യമായിട്ടാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ നമുക്ക് അറിയാം, നമ്മൾ ഒരു ബ്രഹ്മോസ് അയച്ചു കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങളുടെ മുന്നിൽ ഒരു ബ്രഹ്മോസ് വെച്ചിട്ടില്ല. എന്താണ് ബ്രഹ്മോസിന്റെ പ്രത്യേകത? അത് ഇതിന്റെ കണ്ണും പൂട്ടി AK-47 വെടിവെക്കുന്ന പോലെ അല്ല. ഒരെണ്ണം വിട്ടു കഴിഞ്ഞാൽ കൃത്യ ടാർഗറ്റ്സിൽ അതിനൊരു പേർപ്പസ് ഉണ്ട്, അവിടെ പോയി വീഴത്തുള്ളൂ. നമ്മളുടെ ഓരോ മണിക്കൂറിനെയും ബ്രഹ്മോസ് പോലെ ആക്കുക. ലക്ഷ്യമുണ്ടാവണം, എന്തിനു വേണ്ടിയാണ് ഞാനത് സ്പെൻഡ് ചെയ്യുന്നത്. ആ 2 മണിക്കൂർ ചിത്രം കണ്ടിറങ്ങുമ്പോൾ എനിക്ക് ജീവിതത്തിനകത്ത് ആപ്ലിക്കേഷൻ ഉണ്ടാവണം. ഇന്ന് ഞങ്ങളുടെ അക്കാഡമിയിൽ കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിൽ ഏറ്റവും മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സിനിമയാണ്. ഓരോ ദിവസവും ആഴ്ചയിൽ 10 മണിക്കൂറേ ഉള്ളൂ ക്ലാസ്. അവിടെ ആ 1 മണിക്കൂർ ക്ലാസ്സിൽ ഒരു ഐറ്റം വെറും 3 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 2 മിനിറ്റിൻ്റെ ഒരു സിനിമയുടെ ട്രെയിലർ കാണിക്കും. അസൈൻമെൻറ്റ് ആ സിനിമ വീട്ടിൽ പോയി കാണണം, അല്ലെങ്കിൽ വീക്കെൻഡ് ഞങ്ങൾ ഫ്രീ ആയിട്ട് അത് അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഒരു ഫിലിം ക്ലബ്ബ് ഉണ്ട് അവിടെ. ആ സിനിമ ഏതാണ്? ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ കാണിക്കുന്നത് ഗ്രാവിറ്റി മൂവിയാണ്. സ്പേസ് ഇൻഡസ്ട്രി അവരുടെ മുന്നിലേക്ക് ഓപ്പൺ ചെയ്യുകയാണ്. നമുക്കറിയില്ല ഇത് കാണുന്ന കുട്ടിയുടെ ടാലന്റ് എവിടെയാണ്, പാഷൻ എവിടെ, ഇതൊന്നും നമുക്കറിയില്ല. ഈ സിനിമ കാണുമ്പോഴാണ് കുട്ടിയിൽ സ്പാർക്ക് ഉണ്ടാകുന്നത്. ഇത് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് ആണോ എന്നുള്ളത്. ഒരു വർഷം നമ്മൾ ഇതുപോലെ 50 സിനിമ, 2 വർഷം കൊണ്ട് 100 സിനിമ കണ്ടു കഴിയുമ്പോഴാണ് പല ഇൻഡസ്ട്രി ഇവരുടെ മുന്നിലേക്ക് തുറന്നു വരുന്നത്. ഇതുപോലെയാണ് ഈ ക്യാമ്പസിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും നാളെ ഏത് ഇൻഡസ്ട്രിയിൽ പോകണമെന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് അറിയത്തില്ല. ഇവിടെ സംഭവിക്കുന്നത് പഠിത്തം കഴിഞ്ഞ് ഒരു ക്യാമ്പസ് ഇന്റർവ്യൂവിന് വരും, ശമ്പളം നോക്കിയിട്ട് ചാടി കയറുകയാണ്. എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? എന്തോ ഒരു മണ്ടത്തരമാണ്. എനിക്ക് നിങ്ങളുടെ ലൈഫ് എനിക്ക് സ്പോയിൽ ചെയ്യാം. ഞാൻ ഇവിടെ വന്നിട്ട് മറ്റേത് കമ്പനി തരുന്നതിനേക്കാളും ഒരു 10,000 രൂപ എക്സ്ട്രാ തന്നു കഴിഞ്ഞാൽ ഏത് വിദ്യാർത്ഥിയും ചാടി കയറും അതിനകത്ത്. എന്നിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോയിട്ട് ഒരു വെറുതെ ഡേറ്റ എൻട്രിക്ക് എടുത്തിട്ട് നിങ്ങളുടെ ജീവിതം നമുക്ക് നശിപ്പിക്കാം. ഇവിടുത്തെ പല IT ഫേംസ് ഇന്ന് ചെയ്യുന്നത് വെറും ഡേറ്റ എൻട്രി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതെല്ലാമാണ് ഇപ്പോൾ AI വന്നപ്പം എല്ലാം തിരസ്കരിച്ചത്.
നിങ്ങളുടെ ടാലന്റിനും പാഷനും അനുസരിച്ചുള്ള ഇൻഡസ്ട്രി ആണെങ്കിൽ ഒരു എയ്ക്കും അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ക്യാരക്ടർ കറക്ഷൻ നടത്തിയിട്ട് വരുന്നൊരു വ്യക്തിയെ എയ്ക്ക് ക്യാരക്ടറിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എത്ര വലിയ എ വന്നാലും ക്യാരക്ടർ കറക്ഷൻ നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. നിങ്ങൾ നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ട് മാറണമെങ്കിൽ, നിങ്ങളുടെ പല ശീലങ്ങളും മാറി വരണമെങ്കിൽ ഒരു എ വിചാരിച്ചാലും നടക്കത്തില്ല. കഴിഞ്ഞ ദിവസം വേൾഡിലെ ആദ്യത്തെ ആൻറ്റി ഡ്രഗ് കമ്പനിയായിട്ട് മാറാനുള്ള സർക്കുലർ ഞങ്ങൾ കൊടുത്തു. ഇന്ന് വരെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാം, പ്രൈവറ്റ് സെക്ടറിൽ 100% ആൻറ്റി ഡ്രഗ് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു കമ്പനിയില്ല. ഫസ്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഡ്രഗ് പോളിസി ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഒരു പ്രോജക്റ്റിലേക്ക് പോയാൽ പലയിടത്തും ഡ്രഗ് ടെസ്റ്റ് തുടങ്ങി കഴിഞ്ഞു. ഈ ഡ്രഗ് ടെസ്റ്റ് ഞങ്ങൾ അയക്കുന്ന ഒരു എംപ്ലോയിക്ക് ഡ്രഗ് ടെസ്റ്റിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ബ്ലാക്ക് മാർക്ക് ആ വ്യക്തിക്കല്ല, ഞങ്ങൾക്കാണ്. ഞങ്ങൾക്ക് ആ എംപ്ലോയിയെ ഫിനിഷ് ചെയ്യാനേ പറ്റൂ. ക്ലയൻറ്റിൻ്റെ മുന്നിൽ ഞങ്ങൾക്ക് ബ്ലാക്ക് മാർക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിങ്ങളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിനോട് പ്രിൻസിപ്പളിനോട് പറഞ്ഞിട്ടുണ്ട്, ഇനി മുതൽ ക്യാമ്പസ് ഇൻ്റർവ്യൂവിന് ഇവിടെ നിന്ന് ആര് വന്നു കഴിഞ്ഞാലും ഡ്രഗ് ടെസ്റ്റ് അവരുടെ ഓൺ എക്സ്പെൻസിൽ ചെയ്ത് സർട്ടിഫിക്കറ്റ് കാണിച്ചേ പറ്റത്തുള്ളൂ. അത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും വെരിഫൈ ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്. ഈവൻ പേരൻസ് പോലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിർബന്ധമാക്കണം ഈ സാധനം. നമ്മൾ കുട്ടികളെ, ഇതുവരെ നിങ്ങളുടെ ചിറകുകൾക്കിടയിൽ അടിയിലായിരുന്ന കുട്ടികൾ ഇനി അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അവർക്ക് ഫ്രീഡം കിട്ടുകയാണ്. ഞാനൊക്കെ ആ ഫ്രീഡം എൻജോയ് ചെയ്ത വ്യക്തിയാണ്. പക്ഷേ ആ ഫ്രീഡം മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള ചാൻസാണ് ഇന്ന് ക്യാമ്പസുകൾ ഡ്രഗ് മാഫിയയുടെ കീഴിലേക്ക് മാറിയത്. പല കുട്ടികളും ഇത് ആദ്യം ഫ്രീ ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങും. അത് കഴിയുമ്പോഴത്തേക്ക് എവിടെന്നെങ്കിലും ഒക്കെ പണം സംഘടിപ്പിച്ചിട്ട് ഇത് ചെയ്യും. തികയാതെ വരുമ്പം ദേ ബിക്കം എ കാരിയർ, ആൻ ഏജൻറ്റ് ടു ഡിസ്ട്രിബ്യൂട്ട്. ഇങ്ങനെയാണ് ഇത് സ്പ്രെഡ് ചെയ്ത് പോകുന്നത്. ഓരോ ക്യാമ്പസുകളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പല ആൾക്കാരെ, ഞങ്ങൾ ഈ ഫ്രഷായിട്ട് വരുന്ന കുട്ടികളിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ ഞങ്ങൾ അവരെ മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പോളിസി എടുത്തിരിക്കുന്നത്. ഈ ഒരു 500 രൂപ പോലും നിങ്ങൾക്ക് പേരൻസിന് ഇത് സ്പെൻഡ് ചെയ്തിട്ട് ഒരു ഡ്രഗ് ടെസ്റ്റ് നടത്താൻ നിങ്ങളുടെ മനസ്സ് വരുന്നില്ലെങ്കിൽ യുവർ ഫെയിൽ. കാര്യം ഒരു കെമിക്കൽ ഡ്രഗിന് അടിമയായ ഒരു വ്യക്തിയെ നമ്മൾ ഇനി എത്ര വിചാരിച്ചാലും തിരിച്ചുകൊണ്ടുവരാൻ പറ്റത്തില്ല. ഞങ്ങളുടെ എഫിസം വിചാരിച്ചാൽ പോലും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ പിന്നെ ഡ്രഗിന് പെട്ടാൽ പോയി, കംപ്ലീറ്റ് ഇറ്റ്സ് എ പെർമനന്റ് ഡാമേജ് ആണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ മാനേജ്മെന്റ് ആൻഡ് ടീച്ചേഴ്സ് നിർബന്ധമാക്കണം. അടുത്ത വർഷം തൊട്ടെങ്കിലും അഡ്മിഷൻ തൊട്ട് നിർബന്ധമായിട്ട് ചെയ്യണം. ആനുവൽ ചെക്കിങ് നടത്തിയാൽ വളരെ നല്ലത്. അത് ഞങ്ങൾ മാൻഡേറ്റ് ചെയ്യും. ക്യാമ്പസ് ഇന്റർവ്യൂവിന് ഡ്രഗ് ടെസ്റ്റ് ഇല്ലാത്ത ഇപ്പം ഇത്രയും കുട്ടികളെ നമ്മൾ ഇവിടുന്ന് അബ്സോർവ് ചെയ്യുന്നതാണ്. പക്ഷേ അടുത്ത വർഷം ഒരു കുട്ടിയെ ഞങ്ങൾക്ക് വരണമെങ്കിൽ, ഞങ്ങളുടെ ക്യാമ്പസ് ഇന്റർവ്യൂവിന് കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രഗ് ടെസ്റ്റ് കഴിഞ്ഞേ വന്ന് പറ്റൂ. ഡ്രഗിൻ്റെ പ്രത്യേകത, നിങ്ങൾ ഒരു ഉപയോഗിച്ച് കഴിഞ്ഞാൽ 6 മാസം വരെ നിങ്ങളുടെ ബ്ലഡിലുണ്ടാവും. അത് പലതുണ്ട്. നിങ്ങളുടെ സെറ്റ് ആയിക്കോട്ടെ, ബ്ലഡ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു ഹെയർ കിട്ടിയാലും മതി, നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് മാറ്റുവാൻ ഇവിടുന്ന് നിങ്ങൾ പേപ്പർ ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ദയവ് ചെയ്തിട്ട് ഡ്രഗും കഴിച്ചുകൊണ്ട് വരരുത്. അതാണ് ഏറ്റവും വലിയ ഡാമേജ്. ഇവിടെ നിൽക്കുന്ന ഓരോ മാതാപിതാക്കളും കണ്ണിൽ എണ്ണ ഒഴിച്ച് വളർത്തിയവരാണ് ഓരോരുത്തരും. ആദ്യം തിരിച്ചറിയുക, നിങ്ങളുടെ അമ്മയുടെ പൊക്കിൾക്കൊടിൽ ബന്ധമായിട്ടാണ് നിങ്ങൾ വരുന്നത്. അവരുടെ എക്സ്റ്റെൻഡഡ് ബോഡിയാണ്. അതിനെ മിസ്യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഇന്ന് ഹെൽത്ത് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം ഞങ്ങളുടെയാണെന്ന് ഞാൻ അടിവരയിട്ട് പറയും. ഇത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ എടുത്ത് നോക്കിക്കോളൂ. 2 കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും വലിയ ഫിറ്റ്നസ് ചലഞ്ച് നടക്കുന്നത് ദുബൈയിലാണ്. ഈ ദുബൈയിൽ 30 ദിവസം കൊണ്ടാണ് ഈ ഏറ്റവും വലിയ പ്രൈസ് മണി ഉള്ളതാണ്. 30 ദിവസത്തെ ഒരു ചലഞ്ചാണ്. അതിൽ നിങ്ങളൊക്കെ കാണാറുള്ള ദുബായ് റൺ എന്ന് പറഞ്ഞ് 2.5 ലക്ഷം പേരൊക്കെ ഓടുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ആദ്യമായിട്ട് പങ്കെടുക്കുകയാണ്. 10ാമത്തെ ദിവസം തന്നെ ഞങ്ങൾ ബിക്കെയിം നമ്പർ 1. ഞങ്ങൾ ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്ക് 1ഉം 2ഉമായിട്ടുള്ള ഗ്യാപ്പ് ഇത്രയായി. ഈ വർഷം ഞങ്ങൾ പങ്കെടുത്താൽ ആ മത്സരം തന്നെ പ്രയോജനമില്ലാതെ പോകും. കാര്യം ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇത് ഞങ്ങൾക്കൊരു ഹെൽത്ത് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ്. ആ ഹെൽത്ത് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു ഡ്രഗ് യൂസർ വരാൻ പാടില്ല എന്ന് നമ്മൾ തീരുമാനിച്ചത്. ഞങ്ങളുടെ കുഴപ്പമില്ല, ഞങ്ങളോട് സഹകരിക്കുന്ന സ്ഥാപനങ്ങളിലും പാടില്ല. അതൊരു പോളിസിയാണ്. പക്ഷെ അതിൻ്റെ തുടക്കം കുറിക്കേണ്ടത് മാതാപിതാക്കളും കുട്ടികളുമാണ്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പോയിട്ടൊരു ടെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത കുട്ടികളെ പിന്നെ ഞങ്ങളാണ് നോക്കേണ്ടത്. നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നതിനോടൊപ്പം നിങ്ങളുടെ കുട്ടി ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ 500 രൂപ ഡീറ്റെയിൽ ടെസ്റ്റിന് 6000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. 6000 മുടക്കാൻ പറ്റുന്നതിൽ 6000 മുടക്കും. പക്ഷേ 500 മുടക്കാൻ എൻ്റെ കയ്യിൽ പണമില്ല എന്ന് ഒരാൾ ഇവിടെ പറയരുത്. കാര്യം കേരളത്തിൽ ഒരു ബംഗാളി ഒരു ദിവസം വന്നിട്ട് 1000 രൂപ ഉണ്ടാക്കുന്നുണ്ട്.
നിങ്ങൾ മദ്യപിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ഒരു പെഗ്ഗിന് നിങ്ങൾ അതിൽ കൂടുതൽ കാശ് കൊടുക്കുന്നുണ്ട്. ഒരു പെഗ്ഗിൻ്റെ പണം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുടെ ഡ്രഗ് ടെസ്റ്റ് നടത്താൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കാണ് ഉത്തരവാദിത്വം. അപ്പോൾ അടുത്ത 100 ദിവസത്തിനുള്ളിൽ വേണമെങ്കിൽ അതും കുറിക്കാം. ഐ വിൽ ഡു മൈസെൽഫ് ദ ഡ്രഗ് ടെസ്റ്റ് ഫോർ മൈ പേരൻസ്. പേരൻസിൻ്റെ മനസ്സമാധാനത്തിന് നിങ്ങൾക്ക് ടെസ്റ്റ് നടത്തി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്ന ഏറ്റവും വലിയ ഉറപ്പാണ്. കാര്യം അടുത്ത 4 വർഷം നിങ്ങൾ അവരെ പിരിഞ്ഞ് കഴിയുന്നവരാണ്. ഏതാനും കുറച്ച് കുട്ടികൾ മാത്രമേ ഈ ഡേ സ്കോളേഴ്സ് കാണത്തുള്ളൂ. നമുക്ക് ഈ ക്യാമ്പസിനെ 5 വർഷത്തിൽ ഏറ്റവും മികച്ച ക്യാമ്പസാക്കി മാറ്റണമെങ്കിൽ അതിലൊന്ന് ഡ്രഗ് ഫ്രീ ക്യാമ്പസ് ആക്കുക. അതിനേക്കാളും വലിയൊരു അച്ചീവ്മെൻ്റ് ഇല്ല. ബാക്കിയൊക്കെ നമുക്ക് പരിഹരിക്കാം. ഇനി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഏറ്റവും വലിയ കാര്യം ഈ 100 ദിവസത്തിൽ 100 ടാർഗറ്റ്സിൽ പെടുത്തലാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോടൊപ്പം യാത്ര ചെയ്യാത്ത അധ്യാപകനാവട്ടെ വിദ്യാർത്ഥിയാവട്ടെ ഇനി ഞങ്ങൾക്ക് ജോലി സഹകരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ അടുത്ത വർഷം വരുമ്പോൾ ആദ്യം നോക്കുന്നത് ഹൗ വെൽ ദ ടീച്ചേഴ്സ് AI എഡ്യൂക്കേഷനിലേക്ക് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്. അതിന് നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ദിവസം 1 മണിക്കൂർ മാറ്റിവെച്ചേ പറ്റൂ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അതിന് തുടക്കം ഈ 100 ഡേയ്സ് ടാർഗറ്റ്സിനകത്ത് സെറ്റ് ചെയ്യുക. കാര്യം ഓരോ ദിവസവും പുതിയ പുതിയ ഇംപ്ലിമെൻറ്റേഷൻസിനാണ് വരുന്നത്. ഈ വർഷത്തെ ഇന്ത്യയിൽ നടന്ന AI ഫിലിം ഫെസ്റ്റിവൽ വിൻ ചെയ്ത ടീമാണ്, അതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറാണ് എന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്ന ഫ്രണ്ട് ഇരിക്കുന്ന വ്യക്തി. അപ്പം ഞങ്ങൾ യാത്ര ചെയ്യുന്നത് AI-ക്കൊപ്പമാണ്. ഇപ്പോൾ ഗൾഫിൽ യുദ്ധം നടന്ന് എല്ലാ കമ്പനികളെയും ബാധിച്ചു, ഞങ്ങളെയും ബാധിച്ചു. ആദ്യത്തെ ഒരാഴ്ചയിൽ 38% ഞങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു. ആ രീതിയിൽ പോയാൽ ഞങ്ങൾ അടച്ചുപൂട്ടും ഭാവിയിൽ. കാര്യം യുദ്ധം നീണ്ടു പോവുകയാണ്. അവിടെയാണ് FSM ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തു. 100 ഡേ എമർജൻസി ഡിക്ലെയർ ചെയ്തു. ഇതുപോലെ ഞാൻ നിങ്ങളോട് മാറാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ കംപ്ലീറ്റ്ലി എല്ലാ എംപ്ലോയീസും 100 ദിവസത്തെ ടാർഗറ്റ്സ് ഇട്ടു. ഓരോരുത്തർക്കും 100 ദിവസത്തെ ടാർഗറ്റ് കൊടുത്തു. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വലിയ സെലിബ്രേഷൻ ആയിരുന്നു. എല്ലാവരും ഒരു ഗെയിം പോലെയാക്കി മാറ്റി അതിനെ. 5 ഡേ വർക്കിംഗ് സിസ്റ്റം 6 ഡേ വർക്കിംഗ് സിസ്റ്റം ആക്കി. എല്ലാ ദിവസവും 1 മണിക്കൂർ എക്സ്ട്രാ വർക്ക് ചെയ്തു. ഞങ്ങൾ 1,50,000 കംപ്ലീറ്റഡ് ടാർഗറ്റ്സ് ഉണ്ടായിരുന്നു, അഡീഷണൽ ടാർഗറ്റ്സ്. സാധാരണ ഞങ്ങൾ ചെയ്യുന്നത് കൂടാതെ ഈ 4,000-ലേറെ എംപ്ലോയീസ് ചേർന്ന് 1,50,000 കാര്യങ്ങൾ എക്സ്ട്രാ ഞങ്ങൾ ചെയ്തു. എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ 100 ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്ത 14ഓളം പുസ്തകങ്ങളാണ്. അതിൽ 2 ട്രാൻസ്ലേഷനാണ്. AI-യുടെ സപ്പോർട്ടോടു കൂടിയാണ്. പക്ഷേ അതിനകത്ത് ഇൻക്ലൂഡിങ് മൈ ഓട്ടോബയോഗ്രഫി ഉണ്ട്. എൻ്റെ ബയോഗ്രഫി വേറൊരാൾക്ക് എഴുതാൻ പറ്റില്ലല്ലോ. എൻ്റെ കഥ മൊത്തം പറയണ്ട. അത് 800 പേജിൻ്റെ ബയോഗ്രഫിയാണ്. ഈ 800 പേജിൻ്റെ ബയോഗ്രഫി ചെയ്യാൻ എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നത് വെറും 20 മണിക്കൂറാണ്. അവിടെയാണ് AI-യുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ അറിയേണ്ടത്. ഞാൻ എൻ്റെ ക്യാമറയുടെ മുന്നിൽ 20 മണിക്കൂർ സംസാരിച്ചു. 200 പേജിന് 5 മണിക്കൂർ. അതാണ് AI-യുടെ പ്രിൻസിപ്പിൾ. 20 മണിക്കൂർ സംസാരിച്ചപ്പോൾ എൻ്റെ ലൈഫ് മുഴുവൻ പുസ്തകത്തിലേക്ക് ആക്കി. ഇനി ആർക്ക് വേണമെങ്കിലും അത് റെഫർ ചെയ്യാം. ഞാൻ വന്ന വഴികളും അനുഭവിച്ച കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട്. അത് പല മാർഗനിർദ്ദേശങ്ങളും അതിനകത്തുണ്ട്. അതിൻ്റെ വീഡിയോ ഫോർമാറ്റ് ഉണ്ട്. അതിൻ്റെ റീൽസ് നമുക്ക് നാളെ ഫോം ചെയ്യാം. ഈവൻ ടെക്നിക്കൽ ബുക്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ, ഇന്നും ഞാൻ പഠിച്ച കോളേജിൽ റെഫർ ചെയ്യപ്പെടുന്നത് ഞങ്ങൾ 41 വർഷത്തിന് മുമ്പ് പഠിച്ച പുസ്തകങ്ങളാണ് ഇന്നും ലൈബ്രറി ഇരിക്കുന്നത്. ഡോക്ടർ സുനിൽ നേവൽ ആർട്ടിച്ചറിൽ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് മോർ ദാൻ 9 ഇയേഴ്സായിട്ട് അത് എൻ്റെ പ്രോജക്റ്റ് നടക്കുകയാണ്. പക്ഷേ AI-യുടെ സഹായത്തോടു കൂടി ഏറ്റവും ലേറ്റസ്റ്റ് നേവൽ ആർട്ടിച്ചറിൻ്റെ പുസ്തകമാണ് ഞങ്ങൾ ഫിനിഷ് ചെയ്തത്. ഇന്ന് വരെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ ആ പുസ്തകത്തിനകത്തുണ്ട്. ഇനി അടുത്ത 5 വർഷത്തിൽ വരാൻ പോകുന്ന അൺമാൻ ഷിപ്പിനെ വരെയുള്ള കുറിച്ചുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. അങ്ങനെ ഓരോ ഫീൽഡിലും ഞങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ ഫീൽഡിലുള്ള 10 പുസ്തകങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഇത് എൻ്റെ 100 ടാർഗറ്റ്സിൽ ഒരു ടാർഗറ്റാണ്. ഇത്രയും തിരക്കിനിടയിലും ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക്, ഈ യങ് ബ്ലഡുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം ലാസ്റ്റ് ഒരു അസൈൻമെൻറ്റും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ അമ്മയുടെ ബയോഗ്രഫി പബ്ലിഷ് ചെയ്തു. അമ്മയുടെ കുറേ ഡയറി കുറിപ്പുകൾ എടുത്തു പബ്ലിഷ് ചെയ്തു. നാളെ പൂന്താനം ഇല്ലത്ത് വെച്ചിട്ട് എഴുത്തുകാരെല്ലാം കൂടി അതിൻ്റെ ഒരു ചർച്ചയും വെച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ഈശ്വരൻ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അമ്പലത്തിലും ഒരു പള്ളിയിലും പോകേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ഏരിയസിൽ ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഉള്ളൊരു സ്ഥാപനമാണിത്. ഗുരു പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിക്കും പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഉണ്ടെന്ന് വെച്ചാൽ അത് ഞങ്ങളത് മാത്രമേ ഉള്ളൂ. ലോകത്തിൽ ആൻറ്റി കാസ്റ്റ് പോളിസി നടപ്പിലാക്കിയ ഏക സ്ഥാപനം ഞങ്ങളെയാണ്. ഒരു എംപ്ലോയി വരണമെങ്കിൽ
പേരിൻ്റെ കൂടെ പോലും ജാതി ഉപയോഗിക്കില്ല എന്ന് എഴുതി തന്നിട്ടേ വരാൻ പറ്റൂ. ഇന്റർകാസ്റ്റ് മാരേജ് നടന്നാൽ കമ്പനിയാണ് ആ കല്യാണം നടത്തി കൊടുക്കുന്നത്, ഫുൾ എക്സ്പെൻസ്. ഇതൊക്കെ ഗുരു ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ശിഷ്യന്മാർ അത് ഫോളോ ചെയ്യുന്നു എന്നുള്ളത് ശിഷ്യന്മാർ പറയേണ്ടതാണ്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. അത് ഞങ്ങൾ വിദ്യ കൊടുത്തുകൊണ്ടാണ്. ഞങ്ങൾ എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെച്ചേക്കുന്ന സമയവും പണവും പോലെ മറ്റൊരു സ്ഥാപനവും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈശ്വരനെ പോലെ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നതിനകത്ത് ആദ്യത്തെ മാതാവിൻ്റെയും പിതാവിനെയും കുറിച്ചുള്ള ഒരു ഓർമ്മയെങ്കിലും നമ്മുടെ മനസ്സിൽ വേണം. അത് അവരുടെ ജീവിതകഥ ഒരു പുസ്തകമായിട്ട്. ഞാൻ എൻ്റെ അമ്മയുടെ പുസ്തകം ഇറക്കിയപ്പോഴാണ് ഞാൻ എൻ്റെ മൂല്യം മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഞാൻ പോകുന്ന എല്ലാ ക്യാമ്പസിലും ഞങ്ങൾ കുട്ടികളോട് പറയേണ്ടതാണ്, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ആ പുസ്തകം എഴുതാനുള്ള കഴിവുണ്ടാവില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ AI പഠിക്കുന്നവരാണ്. ഞങ്ങൾക്കിത് നിങ്ങൾക്ക് ട്രെയിനിങ് തരാൻ ഒരു ദിവസം മതി. ഞങ്ങളുടെ ടീം ഇവിടെ വരും. ഈ 100 ദിവസം നിങ്ങൾ സക്സസ് ആക്കിയാൽ ഞങ്ങളുടെ ടീം വരും. അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ബുക്ക് ഉണ്ടാക്കാൻ ഞങ്ങൾ നേരത്തെ പഠിപ്പിച്ചു തരാം. ഈ 100 days ടാർഗറ്റ്സിനകത്ത് നിങ്ങൾ ഇടേണ്ട കാര്യമാണ്. എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തിയുടെ, എൻ്റെ അമ്മയുടെ പുസ്തകത്തിനകത്ത് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് 100 വർഷത്തെ ചരിത്രം അതിനകത്തുണ്ട്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രിയാവേണ്ട ഒരു വ്യക്തിയായിരുന്നു. അതിൻ്റെ ഹിസ്റ്ററി, അത് പുസ്തകം വായിച്ചപ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത്. ഇതുപോലെ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും പറയാനൊരു കഥയുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ അവരോടൊപ്പം ഇരുന്ന് ഒരു വീക്കെൻഡ് നിങ്ങൾ അവിടെ പോകുമ്പോൾ ഒരു 200 പേജിൻ്റെ പുസ്തകം ഉണ്ടാക്കാൻ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മൊബൈൽ എടുക്കുക, അവരുടെ മുന്നിൽ വെക്കുക. നിങ്ങൾ ഒന്നെങ്കിൽ ഒരു 50 ചോദ്യം ചോദിക്കുക, ഇല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ തരാം. അവരെ കൊണ്ട് അവരുടെ ചെറുപ്പം തൊട്ട്, അവരുടെ ജനനം തൊട്ട്, അവരുടെ സുഹൃത്തുക്കളെക്കുറിച്ച്, അവരുടെ പഠനത്തെക്കുറിച്ച്, അവരുടെ കുടുംബത്തെക്കുറിച്ച്, കല്യാണത്തെക്കുറിച്ച്, മക്കളുണ്ടായെക്കുറിച്ച്, നിങ്ങളെ വളർത്തിയതിനെക്കുറിച്ച് എല്ലാമുള്ള ഓരോ ചാപ്റ്റേഴ്സായിട്ട് മാറ്റി ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ AI സഹായത്തോടു കൂടി ഈ മൊത്തം പ്രോസസ്സിന്, അതായത് റെക്കോർഡിംഗ്, AI ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്, പ്രിൻറ്റിങ് അടക്കം ഞങ്ങളുടെ പ്രൂവൺ റെക്കോർഡാണ്. 25 hours മതി നിങ്ങൾക്ക്. 25 മണിക്കൂർ നിങ്ങൾ മാറ്റിവെച്ചാൽ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയോടെയോ പുസ്തകം റെഡിയാണ്. 25 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതിനോടൊപ്പം നിങ്ങൾ അറിയാതെ AI ലേൺ ചെയ്യും. എങ്ങനെ AI ഉപയോഗിച്ചുകൊണ്ടൊരു പുസ്തകം ഉണ്ടാക്കാൻ. നിങ്ങളുടെ ആത്മവിശ്വാസം, ഒരു സ്വന്തമായി പുസ്തകം പബ്ലിഷ് ചെയ്ത ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം പബ്ലിഷ് ചെയ്യാത്തൊരു വ്യക്തിയേക്കാളും എത്ര മടങ്ങാണെന്ന് ആലോചിക്കും. അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നാളെ നിങ്ങൾ എവിടെ പോയാലും ആദ്യം കൊടുക്കുന്നത് നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡ് ആയിരിക്കത്തില്ല, എൻ്റെ പുസ്തകമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പുസ്തകമായിരിക്കും. ഇതുപോലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന 100 കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ലെങ്കിൽ അത് AI ചോദിക്കുക. കാര്യം നമ്മൾ ഇനി ജീവിക്കേണ്ടത് AI ലോകത്താണ്. ഗുരു പറഞ്ഞ ഉച്ചനീചത്വങ്ങളില്ലാത്ത ലോകത്തെ വിഭാവന ചെയ്തെങ്കിൽ, പക്ഷേ ഇനി ഉച്ചനീചത്വം വരാൻ പോവുകയാണ്. 100 വർഷത്തിന് മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന ഉച്ചനീചത്വം അല്ല ഇനി വരാൻ പോകുന്നത്. ലോകം മുഴുവൻ ഉച്ചനീചത്വം വരികയാണ്. 2 സമൂഹമായിട്ട് മാറുകയാണ്. AI ഒപ്പം യാത്ര ചെയ്യുന്നവനും AI അറിയാത്തവനും. നിങ്ങളുടെ ചോയ്സാണ് AI ഒപ്പം പോണോ വേണ്ടയോ എന്നുള്ളത്. നിങ്ങൾക്ക് മറ്റു ചോയ്സ് ഇല്ല. AI ഒപ്പം യാത്ര ചെയ്യാത്ത ഒരാളെ നാളെ ഇൻഡസ്ട്രിക്ക് വേണ്ട. ആദ്യം മനസ്സിലാക്കുക. ഇനി അടുത്ത ചോയ്സ്, നിങ്ങളൊരു ലീഡർ ആവണോ ഫോളോവർ ആവണോ? ഇൻഡസ്ട്രിയിൽ ഫോർ എവറി 10 there should be a leader. ഒരു മാനേജർ ഉണ്ടാവണം 10 പേർക്ക്. നിങ്ങളുടെ ചോയ്സാണ് മാനേജർ ആവണോ ലീഡർ ആവണോ. ഇത് നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് ആൻഡ് ലൈഫ് സ്കിൽ നിങ്ങൾ അടിച്ചു നോക്കുക. വാട്ട് ആർ ദ സോഫ്റ്റ് സ്കിൽസ്, എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടാർഗറ്റ്സ് ആയിരിക്കണം ഈ 100 എണ്ണത്തിൽ കൊടുക്കേണ്ടത്. ഇത് ഇന്നിവിടെ കേട്ട ആരെങ്കിലുമൊക്കെ കുട്ടികൾ ചെയ്യുന്നതിനോടൊപ്പം വേണേൽ മാതാപിതാക്കൾക്കും ചെയ്യാവുന്നതാണ്. കാര്യം ഇതിൻ്റെ ഫസ്റ്റ് ബെനിഫിഷ്യറീസ് നമ്മൾ മാത്രമാണ്, ചെയ്യുന്നവർ മാത്രമാണ്. ഞാൻ ഇവിടെ വേറെ ഒന്നും ചുരുക്കി പറയാം. ഞാൻ ആകെ ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. സമയത്തിനെ ആരാധിക്കുക. ഞങ്ങളുടെ കമ്പനിയുടെ മോട്ടോ ടൈം ഈസ് മണി, വി കൗണ്ട് ഈവൻ സെക്കൻഡ്സ് ആണ്. എഫിസത്തിനെ ഞങ്ങളൊരു സപ്ലിമെൻ്ററി റിലിജിയൻ പോലെയാണ് കാണുന്നത്. അവിടെ ഞങ്ങളുടെ ഗോഡ് എന്ന് പറയുന്നത് സമയമാണ്. ഞങ്ങളുടെ വിഗ്രഹങ്ങൾ ഞങ്ങളുടെ കൈ കെട്ടുന്ന വാച്ചാണ്. സമയത്തിനെ ആരാധിക്കുന്നതിനാണ് ലോകം ഇനി വിജയിക്കാൻ പോകുന്നത്. സമയത്തിനെ എത്ര ഡീപ്പായിട്ട്, അതിനെ റിലീജിയസ് ആയിട്ട് കാണുക. ഞാൻ സമയം 1 മിനിറ്റ് കളയില്ല, ഞാൻ അതിനെ വേസ്റ്റ് ചെയ്യില്ല. നമ്മൾ ഇന്ന് പറഞ്ഞു വന്ന ഇതാണ്. സമയത്തിനെ വേസ്റ്റ് ചെയ്യണോ, സ്പെൻഡ് ചെയ്യണോ, ഇൻവെസ്റ്റ് ചെയ്യണോ? സമയത്തിനെ നിക്ഷേപിക്കാൻ പിടിക്കുക. ഒരു വിത്താണ് നാളെ ഒരു വൻമരമായി വളരുന്നതും അതിൽ നിന്ന് ഫലങ്ങൾ വരുന്നതും അത് നമ്മൾ ഭുജിക്കുന്നതും എന്നുള്ള തിരിച്ചറിവോടുകൂടി ഇന്നിവിടെ വന്ന വിദ്യാർത്ഥികൾക്ക് ഭാസുരമായൊരു ഭാവി ആശംസിക്കുന്നു. അവരെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോട് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. യു ഡിസേർവ് ഇറ്റ്. കാര്യം പലപ്പോഴും മക്കളുടെ സ്നേഹം മുഴുവൻ കിട്ടുന്ന അമ്മയ്ക്കാണ്.
അച്ഛൻ്റെ വിയർപ്പ് തുള്ളികളുടെ മണം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. 100 ദിവസത്തെ ടാർഗറ്റ്സിൽ അച്ഛൻ്റെ വിയർപ്പ് തുള്ളിയുടെ മണം കൂടി അറിഞ്ഞ് അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അച്ഛനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആ സൂര്യനിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഒപ്പം എനിക്ക് മാനേജ്മെൻറ്റിനോട് പറയാനുള്ളത്, ഞങ്ങൾ ഈ സ്ഥാപനവുമായിട്ട് കാര്യം ഒരുപാട് അടുത്ത് മറ്റ് സ്ഥാപനങ്ങളെക്കാളും കൂടുതൽ അടുപ്പമുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടെ വന്നതും വർഷാവർഷം നിങ്ങളുടെ കുട്ടികളെ എടുക്കുന്നതും. 2 കാര്യം, ആൻറ്റി ഡ്രഗ് പോളിസിയെ കുറിച്ചുള്ളത് ആലോചിക്കുക. ഒരു തിയേറ്റർ ക്ലാസ് റൂം, ഒരു ബാച്ചിന് 60 ആണെങ്കിൽ 60 പേര് മിനിമം കപ്പാസിറ്റി ഉള്ള ഒരു തിയേറ്റർ ക്ലാസ് റൂം, സോ ദാറ്റ് ഇൻഡസ്ട്രിക്ക് മൊത്തം ഞങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും ഈ തിയേറ്റർ വഴി. കാര്യം ആ തിയേറ്റർ ക്ലാസ് റൂമിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ 120 മിനിറ്റിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 120 മിനിറ്റിൻ്റെ സ്ക്രിപ്റ്റാണ്. ഒരു സിനിമ നമ്മളെങ്ങനെയാണ് കാണുന്നത്. ഇത് ഒരു വർഷം നിങ്ങൾ പഠിപ്പിക്കുന്നത് നമുക്ക് പഠിപ്പിക്കാൻ 2 മണിക്കൂർ മതി തിയേറ്റർ ഇതിൽ. മാത്രവുമല്ല ഇൻഡസ്ട്രി മൊത്തം നമുക്ക് നിങ്ങളുടെ ക്യാമ്പസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓരോ ദിവസവും നിങ്ങളുടെ അലൂമിനി എത്രയോ ഇൻഡസ്ട്രിയിലുണ്ട്, ഇവരെല്ലാം ഈ തിയേറ്റർ വഴി നിങ്ങളുമായിട്ട് സംവേദിക്കട്ടെ, പുതിയ പുതിയ ഇൻഡസ്ട്രികൾ നിങ്ങളുടെ മുന്നിൽ തുറക്കട്ടെ. അതോടെ നിങ്ങളുടെ പ്രോപ്പർ കരിയർ ഡിസൈൻ 4 വർഷം കഴിയുമ്പോൾ ഞാൻ ഏത് ഇൻഡസ്ട്രിയിൽ പോകണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിരിക്കും. ഞങ്ങളുടെ സ്ഥാപനത്തിൽ വേണമെങ്കിൽ ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, കുറച്ച് സമയം അത് പഠിക്കുക, എന്നിട്ട് ഞങ്ങളെ കാണിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയ കുട്ടിയാണ്. അല്ലാതെ നിങ്ങളുടെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും അല്ല ഞങ്ങൾക്ക് വേണ്ടത്. പാഷൻ, ഞങ്ങളുടെ തൊഴിലിൽ പാഷനും ടാലൻറ്റും ഉള്ള കുട്ടികളെയാണ്. അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് പറഞ്ഞുതരാം. തൽക്കാലം ഈ 100 ദിവസത്തെ ടാർഗറ്റ്സിന് ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ജീവിതം മാറ്റുമോ ഇല്ലയോ എന്നുള്ളത് 100 ദിവസത്തിന് ശേഷം കാണാം. താങ്ക് യു വെരി മച്ച്.